നമ്മളെ ആദ്യത്തെ ചില മിനിറ്റുകൾ മാത്രം ആ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒടുവിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് നല്ല സ്ഥിതിയിലാണ് ലോകം നിൽക്കുന്നത്. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കുവാൻ രണ്ട് കാര്യങ്ങളോട് പറയാം. ഒന്ന്, നമ്മൾ ശക്തമായി വേണ്ട ഒരു കാര്യമുണ്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാം വാക്യം. 1 Corinthians chapter 16 verse 13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ ജീവിക്കാനല്ല, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സ്തോത്രം. മതി. വിശ്വാസത്തിൽ നിലനിന്നാലേ പുരുഷത്വം കാണിക്കാനൊക്കെ ഉള്ളൂ. വിശ്വാസത്തിൽ നിലനിൽക്കുക. ഇതെന്താണെന്ന് പറയാൻ പോവുക. നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ ഒരുപാട് റിയാലിറ്റീസ്, പ്രതികൂലങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നേരിടാനുള്ളവരാ നമ്മൾ. ഒന്ന്. രണ്ട്, നമ്മുടെ ശരീരം ഒരു മോർട്ടൽ ബോഡിയാണോ ഇമ്മോർട്ടൽ ബോഡിയാണോ? നമ്മുടെ ശരീരം മോർട്ടൽ ബോഡിയാണ്. ഇത് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമാണ്. അത് ഏത് പ്രയാസത്തിൽ നോക്കിയാലും ദ്രവിച്ചുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ ഫ്ലറിഷ് ആകും, സൗന്ദര്യമൊക്കെ വരും. 21 വയസ്സ് വരെ നീളമൊക്കത്തുള്ളൂ. പിന്നെ വലിച്ചു കിട്ടിയാലും നീളുകയില്ല. പിന്നെ തടി വേണേ വെക്കും. ഒത്തിരി ചിക്കനെല്ലാം കൂടെ കൂട്ടിയാൽ ഇഞ്ചി വെച്ച് വലിപ്പം കൂട്ടാതില്ല, നീളം കൂടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത് അതിന് പറയുന്ന പേരാണ് നോൺ ലൈനർ എന്ന് പറയുന്നത്. നമ്പരാൻ ചെയ്ത പരിപാടിയാ. ഇല്ലേ ഇങ്ങനെ വളർന്നു പോയിരുന്നെങ്കിൽ തോമസ് മാമനൊരു തെങ്ങിന്റെ മേലെ അത്ര നീളം വന്നേനെ. അതിന് പറയുന്ന വാക്കാ ലോൺ ലൈനർ. മരങ്ങളല്ല ലൈനർ. ഹ്യൂമൻ ബീങ് ലോൺ ലൈനർ. തമ്പുരാൻ സിസ്റ്റം വെച്ചു. 21 വയസ്സ് കഴിഞ്ഞാൽ നീളം കൂടരുത്. കൂടിയാലുള്ള കുഴപ്പമാ, എവിടം വരെ കയറിപ്പോവും. തെങ്ങിന്റെ അത്ര വലുപ്പത്തിൽ നീളം വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ നമ്മൾ ആ മോർട്ടാലിറ്റി എന്ന് പറയുന്ന ദ്രവത്വം ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു മറുവശമായിട്ട് അൺഎക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ, കഷ്ടതകളെല്ലാം നമുക്ക് വരും. അതൊന്നും പാപം ചെയ്തിട്ട് വരിക എന്നാരും ഓർക്കരുത്. പാപമൊന്നും ചെയ്യേണ്ട, അല്ലാത്തതെല്ലാം വരും. കാരണം ദ്രവത്വമുള്ള ഒരു ഭൂമിയാണ്. പാപം ചെയ്തിട്ടും വരും, ഒരു പാപവും ചെയ്യേണ്ട, അല്ലാതെ ഇതെല്ലാം വരും. അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ രണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് നമ്മൾ അന്ത്യകാല സംഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഏത് വിശ്വാസം? ലോകത്തിൽ വിശ്വാസം 3 വിധത്തിലുണ്ട്. അത് നമ്മളിലും സകല ആളുകളിലും ഉള്ളതാണ് ആ വിശ്വാസം. ഒന്നാമത്തെ വിശ്വാസം നാച്ചുറൽ ഫെയ്ത്ത്, സ്വാഭാവിക വിശ്വാസം. 2, കാൽക്കുലേഷണൽ ഫെയ്ത്ത്, കണക്ക് കൂട്ടലിന്റെ വിശ്വാസം. 3, എക്സ്പെക്ടേഷണൽ ഫെയ്ത്ത്, പ്രതീക്ഷിക്കുന്ന വിശ്വാസം. ഇത് മൂന്നും ഏത് സമയത്തും പൊളിയും. 1, നാച്ചുറൽ ഫെയ്ത്ത്. എന്താ? സ്വാഭാവിക വിശ്വാസം. കൊച്ചു കുഞ്ഞിന്റെ വിശ്വാസം സ്വാഭാവികം. എൻ്റെ മമ്മിയുടെ ശരീരത്തിൽ പാലുണ്ട്, എനിക്ക് കിട്ടും. സ്വാഭാവിക വിശ്വാസം. സ്വാഭാവികമാണ്. ആരും എൻ്റെ ചെവി പറയണ്ട അമ്മയ്ക്ക് പാലുണ്ട് കേട്ടോന്ന്. അതിനറിയാം പാലുണ്ട്. സ്വാഭാവിക വിശ്വാസം അല്ലേ? അത് സ്വാഭാവിക വിശ്വാസം. അത് തകരുന്ന കണ്ടോണം. അമ്മയ്ക്കൊരു അസുഖം വന്നു, പാല് പറ്റി, സംഗതി തീർന്നോ? പ്രൈസ് ദി ലോർഡ്. കുടിക്കാൻ കൊടുക്കാൻ പാലില്ല. പിന്നെ നിപ്പിളിന്റെയും കുപ്പിയുടെയും പുറകെ പോകണ്ടേ? സ്വാഭാവിക വിശ്വാസം തീർന്നില്ലേ? കണ്ടം കൊയ്യുമ്പം കടം തീർക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു മുഞ്ചേ ഒരു പോക്ക് പോയി, കണ്ടം കൊയ്യണ്ട, തീ വെച്ച് വിട്ടാ മതി. പ്രൈസ് ദി ലോർഡ്. കൊയ്യാനിരിക്കുന്ന കണ്ടം എന്നായി? തീ വെച്ച് വിടും, മുഞ്ഞ കയറി. അതാണ് സ്വാഭാവിക വിശ്വാസം. അത് തകരും. ഇനിയും എക്സ്പെക്ടേഷണൽ ഫെയ്ത്ത്. അത് ഒത്തിരി പേര് ഗൾഫിലൊക്കെ വന്ന് തകരും. എൻ്റെ ഒരു നല്ല ഡിഗ്രി കയ്യിലിരിപ്പുണ്ട്, എനിക്ക് നല്ല ജോലി കിട്ടും. അതാണ് എക്സ്പെക്ടേഷണൽ ഫെയ്ത്ത്. പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസമുണ്ട് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്ര വരെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ജോലി കിട്ടും, എന്നെ കല്ല് നിന്ന് ദഹിക്കുന്ന പ്രായമായി, എന്ത് പണിയും ചെയ്യാം ഇല്ലേ? അത് പൊളിയത്തില്ലേ? ചിന്തിച്ചു നോക്കി. ഞാൻ 2 മാസം ഒരു കൊച്ചനെ പരിചയപ്പെട്ടു, മലയാളിയായിട്ടോ. ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരു മെയിൽ നേഴ്സാണ്. ഈ കാർട്ടും ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നു, പേഷ്യൻസിന് മരുന്നുമായിട്ട് പോവുക. ഹോസ്പിറ്റലിനകത്തൂടെ കാർട്ടും തള്ളി മരുന്ന് കൊണ്ട് പോകുന്നു. ആ കൊച്ചൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ പ്രയാസമുള്ള കൊച്ചനാണ് എന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ കേൾക്കണോ, തുറന്ന കൊച്ച സത്യം പറഞ്ഞു. ഇന്ത്യയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിസ്റ്റിങ്ഷൻ എടുത്ത് MBBS പാസ്സായ ഡോക്ടറാ. ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിസ്റ്റിങ്ഷൻ എടുത്ത് ഡോക്ടറായി ആഗ്രഹത്തോടെ ആ നാട്ടിൽ ചെന്ന് അവിടുത്തെ പരീക്ഷ എഴുതി പൊളിഞ്ഞ് പോളിഷായി. പിന്നെ ജീവിക്കാൻ വല്ല മാർഗവും വേണേ. അതിന് പിന്നെ അടുത്ത് അറിയാവുന്ന മെഡിക്കൽ ലൈനാ, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പ്രതീക്ഷിച്ച വിശ്വാസം പൊളിഞ്ഞില്ലേ? എക്സ്പെക്ടേഷണൽ ഫെയ്ത്ത്. പൊളിഞ്ഞവർ പലരും ഇതിനകത്ത് ഇരിപ്പില്ലേ? പേടിക്കണ്ട, വേറെ പരിപാടി തരാം.
3, കാൽക്കുലേഷണൽ ഫെയ്ത്ത്, കണക്ക് കൂട്ടൽ. ഇത്ര രൂപ കിട്ടും, ഇത്ര ഡോളർ കിട്ടും, ഇത്ര റിയാൽ കിട്ടും, ഇന്നത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ആ കാൽക്കുലേഷനിൽ കടം പേടിച്ച് വീട് വെച്ച പുള്ളികളുണ്ട്. ശരിയാണോ? ചിന്തിച്ചു നോക്കിക്കേ. ആ കാൽക്കുലേഷനിൽ കടം പിടിച്ച് അവധിക്ക് പോയിട്ട് വന്നപ്പം ഇവിടെ വന്നപ്പോ പണിയില്ല, കാൽക്കുലേഷൻ തീർന്നോ? ഇതെല്ലാം പോകും ദൈവമക്കളെ. എന്നാൽ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട വിശ്വാസം കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. കാഴ്ചയാലല്ല. ഒന്നും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ദൈവമക്കളാണെന്നൊരു ധൈര്യം നിങ്ങൾക്കുണ്ടായെങ്കിൽ, കാൽക്കുലേഷൻ ഫെയ്ത്ത് പോയാലും, എക്സ്പെക്ടേഷണൽ ഫെയ്ത്ത് തകർന്നാലും, നാച്ചുറൽ ഫെയ്ത്ത് തകർന്നാലും, തകർക്കാത്ത വിശ്വാസത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതം നടക്കും. നിങ്ങൾ വിജയിക്കാനുള്ളവരാ. നിങ്ങളെ വിജയിപ്പിക്കേണ്ടത് സ്വർഗത്തിന്റെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഓടുന്ന രക്തത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ല, കർത്താവായ യേശുവാ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലാണ് നിങ്ങൾ ദൂരസ്ഥരായി നാം സമീപസ്ഥരായി പ്രതികൂലത്തെയല്ല കാണേണ്ടത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനെന്നോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവ കഥ കൂടെ പറയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു കപ്പല് അമേരിക്കയ്ക്ക് പോയി. ഈ ടൈറ്റാനിക് ഒന്നുമല്ല, അതെല്ലാം കഴിഞ്ഞ 150 യാത്രക്കാരുണ്ട്, കാർഗോയും ഉണ്ട്. കപ്പല് പോവുക, അറ്റ്ലാന്റിക്കിൽ കൂടെ പോവുക, അമേരിക്ക ന്യൂയോർക്കിൽ പോവുക. കേട്ടോ, അറ്റ്ലാന്റിക് സമുദ്രം നടുവിൽ ചെന്നു. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങൾ നാവികത്വമൊന്നുമില്ല. സംഗതി തെറ്റി. ഒരു ഭയങ്കര മഞ്ഞുകെട്ടം ഇടി. ടൈറ്റാനിക് പൊട്ടിയ പോലെ പൊട്ടിയില്ലെങ്കിലും ഒരൊറ്റ ഇടി. അതിന്റെ ആ ഇഞ്ചൻ റൂമിന്റെ കൃത്യ സൈഡിൽ ഒരു ദ്വാരം വീണ് വെള്ളം ചാമ്പി കയറാൻ തുടങ്ങി. ഇതിനകത്തോട്ട് ഇഞ്ചനിലേക്ക് വെള്ളം കയറുകയാണ്. 2 ജോലിക്കാരുണ്ട്. അവര് അണച്ചു കൂവി മേളിൽ ചെന്നു. ക്യാപ്റ്റന്റെ റൂമിൽ കയറി പറഞ്ഞു, സാർ എല്ലാം തീർന്നു. എന്നാന്ന് ചോദിച്ചു. വെളിയിലൊരു ശബ്ദം കേട്ടു. മഞ്ഞുകെട്ട ഇടിച്ചതായിരിക്കുന്ന എന്തൊരു കപ്പലിനകത്തല്ലേ. ഏതായാലും ഒരു ഹോള് വീണിട്ടുണ്ട്, വെള്ളം കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇഞ്ചൻ ലെവല് വരെ വെള്ളം വരണേ 3 മണിക്കൂർ നാം വരും. അത് കഴിഞ്ഞാൽ കപ്പൽ മുമ്പ് എന്ത് ചെയ്യണം? എല്ലാരും നശിപ്പിച്ചു. ക്യാപ്റ്റൻ ഇങ്ങനെ മേലോട്ട് നോക്കി. അയാള് വെറും നിർദ്ധയമായ ഒരു ഭാഷ പറഞ്ഞു, പോയി 2 ടിന്നെടുത്ത് വെള്ളം കോരി കളയാൻ. Go and collect 2 tin and take off the water. ഇവരെ മനസ്സിൽ വെളി പറയാനൊക്കത്തില്ല അല്ലോ. ഓടിച്ചെന്ന് പോയി 2 ടിന്ന്, ബക്കറ്റുള്ള കാലമല്ല, പ്ലാസ്റ്റിക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പഴയ നമ്മുടെ നാടൻ പാട്ട് പറഞ്ഞ മണ്ണാട്ടിട്ടില്ലേ, 2 ടിന്ന് എടുത്തോണ്ട് പോകും. 2 പേരും കൂടെ വെള്ളം മുക്കി ലാഡർ വഴി കയറി ഡെക്കി കൂടെ വെളിയിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു തിരിച്ച് ചവിട്ടി ചെല്ലുമ്പോൾ അടുത്ത 4 പാട്ട കയറും. അതേ ഉള്ളൂ. എന്നിട്ട് ഈ ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞു വിട്ടതാ. ഇവരിങ്ങനെ കോരി കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം മുട്ടറ്റമായി. ശ്രദ്ധിച്ചോണം. ഇവർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരൻ ആ റൂമിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ക്യാപ്റ്റൻ ഇയാൾ വന്നു പോലും നോക്കിയില്ല, നിർവികാരിയായിട്ടിരിക്കുക. അപ്പൊ ഇവരോർത്ത് വെള്ളം അടിച്ച് പൂസായിട്ടിരിക്കുക. ചെന്ന് പറഞ്ഞു, സാറ് മുട്ടുവരിയായി. പുള്ളിക്ക് ചൂടാ. പുള്ളി നിന്നോട് പോയി കോരാനല്ലേ പറഞ്ഞത്. ഇവര് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞ് കോരുക. കോരി ഏതാണ്ട് ഇഞ്ചൽ ലെവല് വരെയായി. വരി എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, മറയില്ലോ വെടിവെക്കും ചെയ്തില്ലെങ്കിൽ. ചെന്ന് പറഞ്ഞു, സാർ ഞങ്ങളെ വെടിവെച്ചു, എന്നാലും വേണ്ടുകയില്ല, ഇനിയും കോരിയിട്ട് കാര്യമില്ല. കാരണം 20 മിനിറ്റ് ഇഞ്ചൻ റണ്ണിങ് നിൽക്കും. അത്ര ലെവലായി. ഉടനെ ഈ ക്യാപ്റ്റൻ ദേഷ്യമൊന്നുമില്ല പറഞ്ഞു, വൺസ് ഫോർ ഓൾ ആൻഡ് ഗോ ആൻഡ് ഡു. ഒരിക്കൽ കൂടി പോയി ചെയ്യാൻ പറഞ്ഞു. ഇവർ ഈ പാട്ടയും കൊണ്ട് ടിന്നും കൊണ്ട് തിരിച്ചിറങ്ങിച്ചത് അവിടെ ചെന്നപ്പോൾ ഒരു വലിയ അത്ഭുതം. പിന്നെ വെള്ളം കയറുന്നില്ല. ഫ്ലോ അവിടെ നിന്നു. വെളിയിൽ വന്നേ കുഞ്ഞപ്പമേതിരി അടച്ചതൊന്നുമല്ല, വെള്ളം നിന്ന് ഫ്ലോ. ഇവർ ഓടിച്ചെന്ന് പറഞ്ഞു, സർ നോ മോർ വാട്ടർ ഫ്ലോ എൻ്ററിങ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ അയാളും വന്നു കോരി പറ്റിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഉഷാറായി. വേറെ ആളുകളോട് വിളിച്ചോണ്ട് വന്ന് വേഗം 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 കോരി 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 പറ്റിച്ചപ്പം സംഭവം എന്നാന്നറിയാമോ? അതാ വിഷയം. ഈ ക്യാപ്റ്റൻ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയല്ല, അയാൾ അന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെട്ട ദൈവ പൈതല. അയാളുടെ ടെസ്റ്റ് മണി കേട്ടോണം. അയാളുടെ ദൈവത്തോട് പറഞ്ഞു, ഞാനും ഈ 176 യാത്രക്കാരും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കാർഗോയും ഈ ടൈറ്റാനിക് കടലിൽ മുക്കാനാണോ ഞാൻ രക്ഷിക്കപ്പെട്ട? എന്നെ നീ പിടിച്ച ക്യാപ്റ്റൻ ആക്കിയത്?
പ്രൈസ് ദി ലോർഡ്. അതിന് വേറെ ആളെ തപ്പണമായിരിക്കുന്നു. ഞാൻ നിന്നെ ആരാധിക്കുന്നവനാ, ഞാൻ ഈ കടലിൽ മദ്യപിക്കുന്നവനല്ല, ഞാൻ നിന്നെ സേവിക്കുന്നവനാ. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന സിഗരറ്റ് പാക്കറ്റ് അല്ല, ന്യൂ ടെസ്റ്റ്മെന്റാ. അതുകൊണ്ട് നീ ഇതിന് പരിഹാരം വരുത്തി തന്നേ തീരൂ. വേറെ വഴിയൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ പ്ലേസ് ഫ്രം വേർ ഇറ്റ് വിൽ കം. ഐ വാണ്ട് ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് ദ വാട്ടർ. കിട്ടിയോ? വരങ്ങോട് വെള്ളം കോരി പാറ്റിച്ചപ്പോ കണ്ട കാഴ്ച, ആ മഞ്ഞുകെട്ട ഇടിച്ച ദ്വാരം ഉണ്ടല്ലോ, ആ ദ്വാരത്തിൽ ഒരു കടൽപ്പന്നി വന്ന് ചത്ത് കയറി ജാമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അറ്റ്ലാന്റിക് കടലിൽ എതിരെയോ പൊക്കോണ്ടിരുന്ന ഒരു കടൽപ്പന്നിയെ എങ്ങനെയോ തല്ലിക്കൊന്നിട്ട് അതിനെ ഒഴുക്കി കൊണ്ടുവന്ന് ഈ കൃത്യം കപ്പലിന്റെ ദ്വാരത്തിലോട്ട് കയറ്റി അതിനെ ടൈറ്റാക്കിയ ആ ശക്തി, സഹോദര സഹോദരി, നിന്റെ കടലിന്റെ മുമ്പിൽ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ഹോള് മാറ്റാൻ എവിടെയോ ഒന്നിനെ കണ്ടിട്ടുണ്ട്. അത് വന്ന് ജാമാകും. പക്ഷെ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. കിട്ടിക്കഴിഞ്ഞിട്ടല്ല വിശ്വസിക്കേണ്ടത്. ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് യു ഷുഡ് ബിലീവ്. അതാ വിശ്വാസം. ലഭിക്കുന്നതിന് മുൻപ് വിശ്വസിക്കണം. നമ്മൾ വിശ്വാസം സ്വർഗം നമ്മൾ 3 കാര്യത്തിൽ നിർമ്മിക്കണം. അപ്പോൾ വിശ്വാസം വരത്തുള്ളൂ ക്രിസ്ത്യ ജീവിതം ലഭിക്കാൻ. ഒന്ന്, നമ്മൾ വേണ്ടിയത് ഹംബിൾനെസ്, താഴ്മ. വിശ്വാസം വെറുതെ ഒന്നും വരത്തില്ല. വിശ്വാസം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പം പറയും ആശിക്കുന്നതിന്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ എന്നാന്ന് ചോദിച്ചാ അല്ലേ? വിശ്വാസം എന്താണെന്നറിയോ? ഫെയ്ത്ത് ഈസ് എ സ്പിരിച്വൽ ആക്ഷൻ വിത്തൗട്ട് ഫിസിക്കൽ എവിഡൻസ്. കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലോ കഷ്ടങ്ങളിലോ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സിൽ ഇത് കുറിച്ചിട്ടോ. ഫെയ്ത്ത് ഈസ് എ സ്പിരിച്വൽ ആക്ഷൻ വിത്തൗട്ട് ഫിസിക്കൽ എവിഡൻസ്, നോട്ട് ബൈ ദ പവർ ഓഫ് മണി, നോട്ട് ബൈ ദ പവർ ഓഫ് എഫിഷ്യൻസി, നോട്ട് ഓഫ് ദാറ്റ്, but a spiritual power. It will come out from me. ഞാൻ ജയിക്കാനുള്ളവനാ. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ കാര്യമാ. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവളാ, ഞാൻ വീണ്ടും ജനിച്ചവനാ, ഞാൻ വീണ്ടും ജനിച്ചവളാ, ഞാൻ ദൈവസഭയിലെ അംഗമാ, ഞാൻ ദൈവ പൈതലാ, ഞാൻ പരാജയപ്പെടാനുള്ളവനല്ല. ഇത് കേൾക്കുമ്പോഴേ മറ്റേ പുള്ളി പൊക്കോളൂ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവനെ നിങ്ങളെ വിട്ടേ. അപ്പൊ വാസത്തിൽ പേടി ആർക്കാം? യഥാർത്ഥത്തിൽ പേടി ആർക്കാം? അവനാ. പക്ഷെ ഇവിടെ തിരിച്ച അവനാ പേടി. അവൻ ഒരു കടലാസ് പുലിയ, അലർന്ന സിംഹം എന്ന പോലെ. യഥാർത്ഥ സിംഹം നമ്മുടെ കർത്താവാ, യഹൂദാ ഗോത്രത്തിലെ സിംഹം. മറ്റത് ഫേക്കാ, ഫേക്ക്. പക്ഷെ നമ്മിൽ പലർക്കും പിശാചെന്ന് പറയുമ്പം വെളി പറയത്തില്ല, നിങ്ങളൊക്കെ ചുമ്മാ പറയാ സംഗതി പേടിയാ അല്ലേ? നോ, അവന് നമ്മളെ പേടിയാ. എന്തുകൊണ്ടാ? നമ്മുടെ ശരീരപ്രകൃതി ഉണ്ടോ, ഡിഗ്രി ഉണ്ടോ ഒന്നുമല്ല. നമ്മുടെ അകത്തിരിക്കുന്ന ശക്തി അവനറിയാം. നമ്മുടെ അകത്തിരിക്കുന്ന പവർ എന്നാന്ന് അവനറിയാം. നമ്മൾ ഏത് സാഹചര്യമാട്ടെ, ഏത് ജോലിയുമാട്ടെ, അതൊന്നുമല്ല അവന്റെ വിഷയം. നമ്മൾ ചെറിയ ജോലിയാണോ, വലിയ ജോലിയാണോ, ജോലി ഇല്ലാത്തവനാണോ, ബിസിനസ്സുകാരനോ, ഇതൊന്നുമല്ല. അവൻ നോക്കുമ്പോ അകത്ത് മറ്റേ പവറാ. പവർ ഉണ്ടെങ്കിലേ നമ്മൾ ആരാ? എന്റെ ക്ഷീണമൊക്കെ പോകും, ഞാൻ ടൈമൊന്നും നോക്കുന്നില്ല. മലബാറിൽ ഒരു സംഭവം നടന്നു. മലബാറുകാരുണ്ട്, അവർക്കറിയാം. ആ സ്ഥലത്തിന്റെ പേരറിയാത്ത ഒറ്റ മലയാളിയില്ല. കോട്ടക്കൽ. കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. തിരുമുന്ന സ്ഥലം, കുഴമ്പെടുത്ത സ്ഥലം, നല്ല ആര്യവൈദ്യശാല. ഒരു വെറി ഗ്രാമമോ, വേറെ പ്രത്യേകത ഒന്നുമില്ല. എങ്കിലും ആ ആര്യവൈദ്യശാലയാ, അതിന്റെ പേരാണ് ലോകം മുഴുവൻ അറിയാം. കോട്ടക്കൽ അമേരിക്കയിലും ഇരിപ്പുണ്ട്, കോട്ടക്കലെ മരുന്ന്. അപ്പൊ അവിടെ ഗ്രാമമാണ്, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഒരു ദിവസം നേരം എടുത്തോ, കുറച്ച് വർഷങ്ങളായ സംഭവമാണ്. ആ കോട്ടക്കൽ വൈദ്യശാല നാട്ടുകാർ നോക്കിയപ്പോ പോലീസ് വളഞ്ഞിരിക്കുന്നു. പോലീസ് അല്ല, മിലിറ്ററി ഉണ്ട്, വാനും ഒക്കെ കിടക്കുന്നു. അപ്പൊ ജനങ്ങൾ ഓർത്ത് വൈദ്യനായിട്ട് തട്ടുകൾ കാണിച്ചതാണ്. അങ്ങനെയല്ല വിശ്വസിക്കത്തുള്ളൂ. ജനം അടിച്ചുകൂടി. അവിടെ ആരും അടുപ്പിക്കത്തില്ല. ഗേറ്റിന്റെ അവിടെ ആണെങ്കിൽ മിലിറ്ററി തോക്കുമായിട്ട് നിൽക്കുന്നു. ഗേറ്റിൽ, മെയിൻ ഗേറ്റിൽ മിലിറ്ററി തോക്കുമായിട്ട്, ആരും അടുപ്പിക്കത്തുമില്ല. ഇതെന്നാന്നറിയാൻ ജനം ഓടി ഓടി കൂടുക. എന്താ സംഭവം? ആരാണ്ട് പറഞ്ഞ് വിദേശികൾ ആരാണ്ട് കള്ളന്മാർ വന്നിട്ട് പിടിച്ചിട്ടുണ്ടതാ ഇതാന്നൊക്കെ പറഞ്ഞു. ഏതായാലും കൊള്ളാം. കുറച്ച് കഴിഞ്ഞപ്പോണ്ടാ എല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു പരിപാടി. ഈ വൈദ്യശാലയുടെ വാതിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ത്രിവർണ്ണ പതാക ഉയർന്നു. ഇത് ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും. കുറച്ച് കഴിഞ്ഞപ്പോ 7 മണിയായപ്പോൾ ഈ ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറിക്കളിക്കുക. അതിനടിയിൽ നിന്നോണ്ട് പോലീസും പട്ടാളും കൂടെ റൗണ്ട് അടിച്ച് നിന്നോണ്ട് നമ്മുടെ നാഷണൽ ആൻഡം
ജനഗണമന മനോഹരമായി ഓർക്കസ്ട്ര പാടുക. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പട്ടാളക്കാരോട് പറഞ്ഞു, എന്തോ സംഭവിച്ചാലും ഞങ്ങൾ അറിയണത് എന്താ കാര്യം, ഈ വൈദ്യശാലയിൽ കുഴമ്പിന്റെയും കഷായത്തിന്റെ മണം അക്ക് പിടിച്ച മണം വരുന്നിടത്തുനിന്ന് ജനഗണമന വരാൻ കാരണവന, ത്രിവർണ്ണ പതാക വരാൻ കാരണവന, ഇത്രയും പട്ടാളം വരാൻ കാരണം. അപ്പോൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വി ഗിരീഷ് ട്രീറ്റ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ലോ അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ഉള്ള ഇന്ത്യൻ തലസ്ഥാനം, ഇന്ത്യൻ തലസ്ഥാനത്തെ ഇന്ത്യൻ പതാക ഉയർന്നിരിക്കണം, ഇന്ത്യൻ തലസ്ഥാനത്ത് ദേശീയ ഗാനം നാഷണൽ ആന്റം പാടിയിരിക്കണം. അതുകൊണ്ട് 10 ദിവസത്തേക്ക് ഈ പരിപാടി ഇവിടെ കാണുമെന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരു പ്രസിഡന്റ് മക്ക് പിടിച്ച കഷായത്തിന്റെ ഉള്ളിടത്ത് വന്നപ്പോൾ അത് ഇന്ത്യയുടെ തലസ്ഥാനമാണെങ്കിൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ശക്തി എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. ആ പവറുള്ളിടത്തോളം കാലം ഡെവിളിക് പവറിനെ ഭയപ്പെടണ്ട. യു റിബ്യൂക്ക്, അവനെ നീ ശാസിക്ക്. പ്രൈസ് ദി ലോർഡ്. വിജയകരമായ ജീവിതം നയിക്കാൻ, വിശ്വാസം രൂഢമലാകാൻ ഒന്ന് താഴ്മ, ഹംബിൾനെസ്, താഴ്മ വേണം. നമ്മൾ നോക്കിക്ക്, ഒരു വലിയൊരു പ്രവാചകൻ യെരമ്യാ പ്രവാചകൻ യഹോവയായ ദൈവത്തിന്റെ ശക്തിയോടെ വന്നിട്ട് പറഞ്ഞു, നീ ശരിക്ക് പറയണം. അവൻ പറഞ്ഞ ബാക്കി ഞാൻ ഏറ്റ് ഇങ്ങോട്ട് തരാനല്ല പറഞ്ഞത്, കിട്ടിയ യാൻസന് കുട്ടപ്പലണ്ട് കീറുകീറാവെന്നല്ല പറഞ്ഞത്. യെരമ്യാ 11-5 വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. സോറി, വായിച്ചേ. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇതെല്ലാം കേട്ടോണം. ഇത്രയെല്ലാം കേട്ടപ്പോ ഗ്ലോറി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അന്യഭാഷയല്ല പുള്ളി പറഞ്ഞത്. അടുത്ത ഭാഷ എന്ന് പറഞ്ഞേ, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അടുത്തത്, എന്നാൽ ഞാൻ I have appointed you as a prophet for Gentiles. ജാതികൾക്ക് ഞാൻ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ടോണം, എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ഓ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. മറുപടി കേട്ടോണം. അടുത്ത വാക്യം, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും അടുത്ത വാക്യം, നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നോക്കിക്കേ, ഞാനൊരു ബാലനത്തെ താഴ്മ, യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസമല്ലാതെ വരത്തില്ല. കയ്യിലിരിക്കുന്ന പണം കൊണ്ട് സാധനം മേടിക്കാവുന്നുള്ള വിശ്വാസമല്ല ഞാൻ പറയുന്നത്. ആ വിശ്വാസമല്ല, എന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന വിശ്വാസം, എന്റെ ക്രിസ്ത്യൻ ലൈഫിനെ ജയിപ്പിച്ചെടുക്കുന്ന വിശ്വാസം, രോഗക്കിടക്കയിൽ കിടക്കുന്ന എന്റെ ഭർത്താവിനെ നോക്കി ഞാൻ എടുക്കേണ്ട തീരുമാനം, എന്റെ ഭാര്യയെ നോക്കി എടുക്കേണ്ട തീരുമാനം, ബുദ്ധിമുട്ടുള്ള എന്റെ കുഞ്ഞിനെ നോക്കി എടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയാമോ? ഞാനൊരു വിശ്വാസം രൂപവൽക്കരിക്കാൻ പോവുക. അതിനൊന്നു വേണ്ടത് ഈ ക്രിസ്ത്യ ജീവിതം താഴ്മ. 2, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം. നിങ്ങൾക്കെല്ലാം വാക്യങ്ങൾ അറിയാം, ഞാൻ ആ ഇൻസ്റ്റന്റ് മാത്രം പറഞ്ഞങ്ങ് വിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് 12 വർഷമായി ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരി പറയുന്നതിനറിയാവോ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം. ഡിപ്പെൻഡൻസ്. അവന്റെ വസ്ത്രം പോലും എനിക്ക് തൊടണ്ട. അതിന്റെ ആ എഡ്ജ്, അതിനാൽ യഹൂദന്മാരുടെ പുരുഷന്മാരുടെ കുപ്പായത്തിന്റെ ഒരു 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 നീണ്ടൊരു തൊങ്ങലുണ്ട്, ഫ്രില്ലെന്ന് പറയും. അതേലൊന്ന് തൊട്ടാ മതി, എന്റെ കാര്യം റെഡി. സ്തോത്രം. ഒന്ന് താഴ്മ, 2 പൂർണ്ണ ആശ്രയം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. ഇടയ്ക്ക് യഹോവയെ കൊണ്ട് പറ്റുന്നില്ല മറ്റേ പണി എന്ന് പറയരുത്. അതാണ് ഈ കുഴപ്പം. ദൈവത്തെ കൊണ്ട് പറ്റിയില്ല, വേറെ മൈനസ് വേറെ ഉണ്ടല്ലോ. അങ്ങനെയാണ് തമ്പുരാൻ തൊടത്തില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ. 1 താഴ്മ, 2 ആശ്രയം, 3 ബ്ലാങ്കറ്റ് ഒബീഡിയൻസ്, തീർത്ത അനുസരണം. ഒരു സഹോദരി പറയുന്ന ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ ബ്ലാങ്കറ്റ് ഒബീഡിയൻസ്, ഒബീഡിയൻസ് അല്ല. ലൂക്കോസ് 1:38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നോക്കിക്കേ, പൂർണ്ണ അനുസരണം. അടുത്തത്
നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാ മനോഹരമായൊരു വാക്കാ. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ. ഏത് മറിയ? വേദവസ്തത്തിൽ 5 മറിയമാർ. ഇതിലേത് മറിയ? പറ. നെടുമങ്ങാടുകാരത്തി മറിയാണോ? ആരാ? യേശുവിന്റെ അങ്ങനെയുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. യേശുവിന്റെ അമ്മയാണ്. പറയത്തേ ഉള്ളു, കൈ പൊക്കത്തില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അതൊക്കെ പറയും. യേശുവിന്റെ അമ്മ മറിയാന്നുള്ള കൈ പൊക്കിക്കേ. നിങ്ങൾ ബുദ്ധിയുള്ളവരാ. യേശുവിന്റെ അമ്മയല്ല. 26-ാം വാക്യം ഒന്ന് വായിച്ചു. യേശുവിന്റെ അമ്മയാണോ എന്ന് പറയണം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അടുത്തതോ? ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. യേശുവിന്റെ അമ്മയാണോ? അല്ല. യേശുവിന്റെ അമ്മ ആയിട്ടില്ല. സംഗതി യേശുവിന്റെ അമ്മയാ. പക്ഷെങ്കിൽ തത്വത്തിൽ യേശുവിന്റെ അമ്മയല്ല. അവളുടെ അനുസരണം കേട്ടോണം. വേറെ 2 പ്രത്യേകത ഈ പെൺകുട്ടിക്കുണ്ട്. ഒന്ന്, ഷീസ് എ വെർജിൻ, അവളൊരു കന്യകയാണ്. രണ്ടാമത് അവളുടെ പ്രത്യേകത എന്നാന്ന് കേൾക്കണോ? അവളുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ച പെണ്ണിനെ ആരും മറിയെന്ന് വിളിക്കത്തില്ല. എന്തുവാ വിളിക്കുന്നത് പിന്നെ? എടി. അയ്യോ, നിങ്ങൾ കേട്ടിട്ടുള്ളവർ എവിടെ ഇരിക്കുന്ന പലരും. എടി മണവാട്ടി. മണവാട്ടിയായ ഒരു പെണ്ണ്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, ഏത് സ്ത്രീയും, എൻ്റെ ഭാര്യയുടെ ഒരു പെണ്ണ്, പുള്ളിക്കാരത്തി ഉൾപ്പെടെ, ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴാണെന്നറിയോ? ഗൾഫിൽ വന്നപ്പോഴല്ല, ഡിഗ്രി എടുത്തപ്പോഴല്ല, ഏറ്റവും മാക്സിമം സൗന്ദര്യം. അന്നേരം സൗന്ദര്യം 30% കൂടും. ഒരു വേറെ ലെവലിൽ തേക്കേണ്ടെന്നാണ് ആ സമയം. കേട്ടോണം. എപ്പോഴാണ്? ജോലി കിട്ടിയപ്പോഴല്ല, ദുബൈക്ക് വരാൻ, അതൊന്നുമല്ല. വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെയുള്ള സമയം. അതിനാ പഴയ കാലത്ത് കാരണന്മാരെ 15 ദിവസം മുമ്പേ കല്യാണം ഉറപ്പിക്കുന്നത്. ഇപ്പൊ 10 മണിക്ക് കല്യാണം ഉറപ്പിച്ച് 12 മണിക്ക് നടത്തേണ്ട സിസ്റ്റം വന്നു. പണ്ട് അങ്ങനല്ല. കുറഞ്ഞത് 2 ആഴ്ച അവധി ഇടും. എന്തിനാണെന്നറിയോ? ദൈവം കൊടുത്ത കൃപയാ. 2 ആഴ്ച കൊണ്ട് ഇവിടെ സൗന്ദര്യം ഒരു വേറെ ലെവലിൽ വേണ്ട തരും. എന്നറിയോ? ഈ 15 ദിവസം ഇവിടെ സ്വപ്ന ലോകത്തിലാ. അത് കഴിഞ്ഞാലപ്പോ കണ്ണീര് കൈയോക്കിയായിരിക്കും. അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ഈ 15 ദിവസം ഇവൾ എവിടാന്നറിയാവോ? ഇവൾ സ്വപ്ന ലോകത്തിൽ. അവളുടെ ഉറക്കം 40% കുറയും. വിവാഹം നിശ്ചയിച്ച കഴിഞ്ഞ പെൺകുട്ടികൾ പറ, ഓർക്കം 40% കുറയും. അവള് സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ നെയ്യും. ഇല്ലേ, ഞാൻ സ്കൂട്ടറിന്റെ പുറകെ കയറി അച്ഛനെ കെട്ടിപ്പിടിക്കും, ഞാൻ കാറേ പോകും, ഞങ്ങൾ ഒന്നിച്ച് റിസോർട്ടിൽ പോകും, ഐസ്ക്രീം കഴിക്കും, ഞാൻ കുറച്ച് അങ്ങോട്ട് കൊടുക്കും, കുറച്ച് ഇങ്ങോട്ട് മേടിക്കും, വിരുന്നിന് പോകും. അവളുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന സമയമാ. അവൾ എവിടെ? അവൾക്ക് വേറെ ഒരു ചിന്തയില്ല. അവളുടെ ഭാവനയാ. അവളുടെ വീട്ടിലോ ഏത് കാലത്ത് ഏത് രാജ്യത്തും കല്യാണ വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മലയാളികളുടെ ഭാഷയെ പറഞ്ഞാൽ വീട് പെയിന്റ് അടിക്കും. ഇല്ലേ, തീർത്തി പിടിച്ച് പെയിന്റ് അടി. പഴയ കാലത്തൊക്കെയാണ് അമ്മച്ചിമാർ പലഹാരം ഉണ്ടാക്കും. ഇവള് നോക്കിയിരിക്കുക, എന്നാ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടത്. നിങ്ങളത് കാണണോ? മണവാട്ടിയെ ഡ്രസ്സ് എടുക്കാൻ എവിടെ പോകണം? മഹാലക്ഷ്മി പോണോ? വീരലക്ഷ്മി പോണോ? ജീവാട്ടി പോണോ? കോയമ്പത്തൂർ പോണോ? ഇങ്ങനെ ഇതെല്ലാം ചിന്തിച്ചിട്ടുള്ളവരല്ലേ നിങ്ങളൊക്കെ? എവിടെ പോണോ? അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ പതുക്കെ പതുക്കെ ദൂരെ നിന്ന് സമ്മാനപ്പൊതികളും വരാൻ തുടങ്ങി. അന്നേരം ഒരു മാലാക വന്നൊരു പരിപാടി പറഞ്ഞ കേട്ടോ, നിന്റെ കല്യാണം നടക്കത്തില്ലെന്ന് തന്നെയല്ല, ഒരു കന്യക ഇഷ്ടപ്പെടുന്നതല്ല ഗർഭിണിയാകാൻ. ഈ മറിയ വേണേ പറയുന്നത്, എന്റെ പൊന്നു മാലാകെ, ദേവി ഇതെന്റെ ജീവിതത്തിന് കുറുകെ നിൽക്കാതെ, എന്റെ കല്യാണം ഉറച്ചുപോയി, ചതിക്കരുതേ. നല്ലൊരു ചെറുക്കനാ, മേശയും കസാറയും പണിയാൻ മിടുമിടുക്കൻ, ഇതിന് കയറി കുറുകെ നിൽക്കരുതേ. ഇനി നിനക്കെങ്ങനെ വേണോ? ഞാൻ പറയാം, എൻ്റെ കൂട്ടുകാരികൾ നീളം കുറഞ്ഞു പോയിട്ടും നിറം കുറഞ്ഞു പോയിട്ടും കല്യാണം നടത്താൻ പണമില്ലാതെ നിൽക്കുന്ന പിള്ളേരുണ്ട്. ഞാൻ പേര് പറഞ്ഞുതരാം. അങ്ങോട്ട് ചെല്ലാനല്ല പറഞ്ഞത്, ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചു. ഐ ഡോണ്ട് നോ എ പേഴ്സൺ ഹൗ ദിസ് വിൽ ഹാപ്പൻ. ഞാൻ പുരുഷനെ അറിയത്തില്ല, എങ്ങനെ സംഭവിക്കും. ഉടനെ മാലാക ഉത്തരം പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദ പവർ ഓഫ് ഓൾമൈറ്റി ഷാൽ ഷെയ്ഡ് അപ്പോൺ യു. അന്നേരം നിഴലിട്ട് കഴിഞ്ഞു, അതാ വിഷയം. അന്നേരം അകത്തെ ശക്തി വന്നു. ഉടനെ ഇവള് പറയാ, ബിഹോൾഡ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സംഗതി കണ്ടോ? സംഗതി മാറിയത് കണ്ടോ? അപമാനം വരാം, അപവാദം വരാം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹം നിശ്ചയിച്ച ഒരു സ്ത്രീ ഗർഭിണിയായെന്ന് പബ്ലിക് അറിഞ്ഞാൽ അടുത്തത് എന്നാണെന്നറിയാവോ? പബ്ലിക്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ടെങ്കിലും അത്യുന്നതന്റെ ശക്തി ഷേഡിട്ടപ്പോൾ അവള് പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. നമ്മളിൽ ജീവിതത്തെ വിജയിപ്പിക്കാൻ വിശ്വാസം നമ്മൾ ഉണ്ടാകണമെങ്കിൽ 3 കാര്യമാ. 1, നമ്മളിൽ താഴ്മ വേണം. 2, പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. 3, പൂർണ്ണമായിട്ട് അനുസരിക്കണം. എങ്കിൽ നമ്മൾ വിജയിക്കും.
നമ്മൾ വിജയിക്കാനുള്ളവരാ. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിനിടയിൽ ഈ ക്രിസ്തീയ ജീവിതത്തെ തകർക്കാൻ സാത്താൻ ചെയ്യുന്ന പരിപാടി അറിയാം. ഈ മൂടുപടം കൊണ്ടിടും. വായിച്ചേ 2 കൊരിന്ത്യർ 3:15 വായിച്ചാട്ടെ. 2:2 മൂടുപടം പറഞ്ഞു തന്നു. നമുക്ക് വിഷയത്തിലേക്ക് കയറണം. വായിച്ചാട്ടെ 2 കൊരിന്ത്യർ 3:15. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ 3:16 വായിച്ചേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും 1 കൊരിന്ത്യർ 3 മൂടുപടം നീങ്ങിയ മുഖത്തെ 2 കൊരിന്ത്യരാ ഞാൻ പറഞ്ഞത്. വായിച്ചത് അവിടെ വായിച്ചേ. 2 കൊരിന്ത്യർ 3:15. മൂടുപടം നീങ്ങിയ മുഖത്തെ ദൈവമക്കളെ, മൂടുപടം നീങ്ങിയ മുഖത്തേക്ക് അവിടെ പറഞ്ഞു കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്തെ സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം, ഇംഗ്ലീഷിൽ വെയിൽ. മൂടുപടം എവിടുന്ന് വന്നു? മിഡിൽ ഈസ്റ്റിൽ ആരംഭിച്ചതാ ലോക ചരിത്രത്തിൽ. അവിവാഹിതരായ സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണുമ്പോൾ തലയ്ക്ക് മുമ്പിൽ ഫേസിൽ ഒരു തുണി ഇട്ടിരിക്കണം, നിയമമാണ്. അത് ഇന്നും ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. വേദപുസ്തകത്തിൽ ആദ്യം മൂടുപടം ഇട്ടത് റിബക്കായ. എലയാസിനെ പിടിച്ചോണ്ട് വന്നു. ദൂരം നിന്നേ ഒരുത്തൻ വരുന്നു. അപ്പുറത്തെ മലയിൽ ഒരുത്തൻ നിൽക്കേണ്ടത് ആരാന്ന് ചോദിച്ചപ്പോൾ അതാ നിനക്ക് വെച്ചിരിക്കുന്ന പുള്ളി. ഉടനെ ഗുഡ് മോർണിംഗ് അച്ചായ എന്ന് ഇറങ്ങിയെന്നല്ല, എന്ത് ചെയ്തു? റിബക്ക എഴുന്നേറ്റ് മൂടുപടം ഇട്ടു. ഇന്നാളെ പറയും ഗുഡ് മോർണിംഗ് അച്ചായ എന്ന് പറയും. അത് കഴിഞ്ഞ് വേറൊരു മൂടുപടം, പുരുഷന്മാർക്ക് മൂടുപടം വന്നു. മോശയ്ക്ക് മൂടുപടം കിട്ടി. മോശ 40 ദിവസം ദൈവത്തിന്റെ ഷെക്കേനയുടെ കീഴിലിരുന്നു. താഴോട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരൊറ്റ എണ്ണത്തിന് അങ്ങോട്ട് നോക്കാൻ മേല. എല്ലാത്തിനെ കണ്ണ് മഞ്ചുക. എന്നാ തേജസ്. ആ ശരീരം കിട്ടാൻ പോകുന്നു നിങ്ങൾക്ക്, കിട്ടാൻ പോവുക, കിട്ടാൻ പോവുക. അപ്പൊ പിന്നെ എന്നാ മാർഗം? ഒരു മൂടുപടം ഇടാൻ പോകും. ഇത് പിശാച് കണ്ടു. അവൻ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടുത്താൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് മൂടുപടം ഇടും. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആ മൂടുപടം ഇട്ടിട്ടില്ലാത്ത ഒറ്റ വ്യക്തി ഇവിടെ ഇല്ല. എൻ്റെ മുമ്പിലൂടും, നിങ്ങളുടെ മുമ്പിലൂടും. അത് അവന്റെ ഡ്യൂട്ടി. കീറിക്കളയേണ്ടത് നമ്മുടെ ഡ്യൂട്ടി. അവന്റെ ഡ്യൂട്ടി അവൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യും. അവന്റെ 2 യോഗ്യത അവന്റെ അറിയാമല്ലോ. നമുക്ക് ആർക്കും ഇല്ലാത്ത 2 യോഗ്യത അവനുണ്ട്. പിശാചിന്. അവനും മോശമൊന്നുമല്ല. ഒന്നാമത്തെ അവന്റെ യോഗ്യത, അവന് നാണമില്ല. ക്ഷണിക്കാതെ കയറി വരുന്നവനാ മനസ്സിലോട്ട്. പൂപിശാചി എന്ന് പറഞ്ഞ് അവൻ പിന്നെയും കയറി വന്നിരിക്കും. രണ്ടാമത്തെ അവന്റെ യോഗ്യത, ആദാമിനെ സൃഷ്ടിച്ചിട്ട് 6000 വർഷമായി, ഇന്ന് വരെ അവൻ ഉറങ്ങിയിട്ടില്ല 1 മണിക്കൂർ. അതേ പിശാചി തന്നെ. അവന്റെ മകന്റെ മകനൊന്നും അല്ല. സെയിം പവർ, ആന്റി പവർ അല്ലേ? അതേ പിശാച. അവൻ 1 മണിക്കൂർ ഉറങ്ങും. നമ്മൾ ഇച്ചിരൊക്കെ നമുക്കറിയാം, നമ്മൾ എവിടെല്ലായിരുന്നു ഉറങ്ങും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, Δ.4 ആവേഗ 1 മിനിറ്റിൽ 1 സെക്കൻഡിൽ 4.5 അടിക്കുന്ന മേളിൽ അടിച്ചാൽ ഏത് ഉപദേശി പ്രസംഗിക്കുന്നത് ഉറങ്ങും. എന്നാൽ ഇവൻ ഉറങ്ങത്തില്ല. അവന് ലജ്ജയില്ല. നമ്മളെ വീടിക്കാൻ നോക്കും. ആ യോഗ്യതയുള്ളവനാ അവൻ ആ വിധത്തിൽ. പക്ഷെങ്കിൽ അവൻ നമ്മളുടെ മുമ്പിൽ കൊണ്ട് മൂടുപടം ഇടും. ആ 2 മൂടുപടവും കീറിക്കളയണം നമ്മൾ. അത് നമ്മുടെ ഡ്യൂട്ടി. അതിനൊക്കെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന അന്യഭാഷയിൽ ആരാധിക്കാൻ മാത്രമല്ല ദൈവമക്കളെ. അതതിന്റെ പ്രഥമവും പ്രധാനവുമായ അടയാളമാ അന്യഭാഷ. എന്നാൽ അഭിഷേകം തന്നിരിക്കുന്നത് ഈ പിശാചിനോട് പോരാടാനാ. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മൂടുപടം അവനോട് കീറിക്കളയണം ക്രിസ്ത്യ ജീവിതം വിജയിപ്പിക്കാൻ. ഒന്നാമത്തെ മൂടുപടം എല്ലാവരുടെയും മനസ്സിലിടും. അൺവാണ്ടഡ് തോട്ട്സ്. നമ്മുടെ മനസ്സിനെ നമ്മൾ വിലയിരുത്തണം. ആവശ്യമില്ലാത്ത ചിന്തകൾ. ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല. 3 കോടി ന്യൂറോൺ. ആ ന്യൂറോണിൽ കയറി ഇറങ്ങുന്നത് നിങ്ങൾ മെഡിക്കൽ സ്റ്റാഫായി വിട്ടിരിക്കുന്ന അധിക സഹോദരിമാരും അവർക്കറിയാം. അസിറ്റിൻ, കോളിൻ, ഗാബ, ഗ്ലൂട്ടമിക് ആസിഡ്. സഹകരിക്കുന്നില്ല എല്ലാവരും. അസിറ്റിൻ, കോളിൻ, ഗാബ, ഗ്ലൂട്ടമിക് ആസിഡ്. ആ പഠിച്ചപ്പോ പോയില്ലായിരിക്കും, പോട്ടെ. ഡോപ്പാമിൻ, സെറോട്ടിൻ. ഈ 6 ഇതിനിടയിൽ കൂടി ഇങ്ങനെ പോവുക. അപ്പോൾ അതിനിടയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നതിനാൽ ചിന്തകൾ വരും. ആ ചിന്തകൾക്ക് ആവശ്യമില്ലാത്ത ചിന്ത അവൻ കൊണ്ട് കയറ്റിയിടും. ഇതിനാണ് ഈ അഭിഷേകത്തിന്റെ ശക്തി. അഭിഷേകം ദൈവമക്കളെ തൊലിപ്പുറത്തിരിക്കുന്ന പരിപാടിയല്ല. അഭിഷേകം അകത്താ.
എന്റെയും നിങ്ങളുടെയും അനോയിൻമെന്റ് ഇരിക്കുന്ന ഇൻസൈഡ് യുവർ ബോഡി. അകത്തിരിക്കുക. അകത്തിരിക്കുമ്പോൾ അകത്ത് വരുന്നതിനെ എല്ലായിടത്തും തെറിപ്പിച്ച് ദൂരെ കളയണം. നോക്കിക്കോ, ഒരു പുള്ളിയുടെ ഒരു ചിന്ത, അൺവാണ്ടഡ് തോട്ട്സ്. വായിച്ച് 1 Samuel 27 വായിച്ചാൽ നമുക്കൊരു സിമ്പതി തോന്നും, ഇല്ലേ? ആർക്ക് സിമ്പതി തോന്നും? ഒരു കൊച്ചി ചെറുക്കനല്ല, എങ്കിലും ഒരു പയ്യൻ. വായിച്ച് 1 Samuel 27. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഇതാണ് അൺവാണ്ടഡ് തോട്ട്സ്. ഇവൻ ഇത് ചിന്തിക്കാൻ കൊള്ളാവോ? ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കും. നിങ്ങൾ 26-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് ഇവനത് വായിക്കാൻ, ഇവനത് പറയാൻ കൊള്ളാവോ? അനന്തരം സീഫിയർ ഗിബെയയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദാവീദ് ശൗലിനോടുള്ള ആരാന്നറിയാവോ? തെരഞ്ഞെടുക്കപ്പെട്ട 3000 പേർ, 3000 സെലക്ടഡ് പീപ്പിൾ. തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തോ കാര്യം? 5 അടി 7 ഇഞ്ച് പൊക്കം മിനിമം, 45 ഇഞ്ച് വരെ നെഞ്ചുവണ്ണം, മസില്, 70 കിലോ തൂക്കം ഉള്ള നല്ല ചോരക്കുട്ടന്മാർ. എത്ര പേരാ? 3000. ദാവീദിനോട് എത്ര പേരാണെന്ന് അറിയാവോ? അറിയാമെന്ന് പറഞ്ഞേ. എത്ര പേരുണ്ട്? അയ്യോ, പറഞ്ഞു 1000 ഒന്നുമില്ല, 400. ആരൊക്കെയാണെന്നറിയാവോ? കടമുള്ളവര്, CC അടയ്ക്കാൻ കാശില്ല, വണ്ടി പിടിച്ചോട്ട് പോയവര്, നമ്മുടെ ഭാഷ പറയുക. പിന്നെ ഭാര്യയുടെ ഫോൺ വിളി ഇല്ലാതെ ദുഃഖിച്ചിരിക്കുന്നവനെ, വീസ തീരത്തില്ല എന്നും പറഞ്ഞ് നടക്കുന്നവരെ, അത്താഴത്തിന് വകയില്ലാത്തവര്. ബൈബിളിലെ വാക്യമാണ്. അല്ലെ, അങ്ങനല്ലേ ദേവദാസനെ? നീ അമല ഏച്ചു കിട്ട് കാണാൻ പറയണം. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ. ഞാനത് അലങ്കരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശരി, പണം തീർന്നു പോയവൻ, വീസ തീർന്നു, നമ്മുടെ ഭാഷ വേണ്ട പറയാൻ. CC അടയ്ക്കാൻ നിവൃത്തിയില്ല, വണ്ടിയും കൊണ്ട് ആമ്പിള്ളേർ പോയി, അങ്ങനെ പിന്നെ നടക്കണം. ഇങ്ങനെയുള്ള പുള്ളികളെ നോക്കിക്കേ. ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ല, സംഗതി തെറ്റിയത്, ഇതെല്ലാം കൂടെ കൂടി, ഇതെല്ലാം നേരം വെളുത്താൻ മേലോട്ട് നോക്കി അവന്റെ വിഷമം കൊണ്ടിരിക്കുക. മറ്റേ പുള്ളിയുടെ 3000 വില്ലന്മാരാ. പക്ഷെങ്കിൽ എന്തോ പറ്റിയെന്നറിയാവോ? ദാവീദിന്റെ കയ്യിൽ 2 പ്രാവശ്യം ശൗലിനെ ദൈവം കൊടുത്തു. ഒരിക്കൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്നിടത്തുന്നവന്റെ ജലപാത്രം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. പിന്നൊരിക്കൽ ചെന്നിട്ട് വസ്ത്രത്തിന്റെ തൊങ്കൽ മുറിച്ചോണ്ട് വന്നു. അവിടെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. എന്നിട്ടും പിശാച് കൊണ്ടൊരു വെയിലിടുക. അൺവാണ്ടഡ് തോട്ട്സ്. ഒരു ദിവസം ഞാൻ ഇവനാൽ നശിക്കും. ക്രിസ്തീയ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ എത്ര വിജയിക്കുമ്പോഴും സാത്താൻ കൊണ്ടൊരു മൂടുപട വിടും. എനിക്ക് ഇന്ന പ്രശ്നം വരും, എനിക്ക് ഇന്ന ഭാരം ഉണ്ടാകും. എൻ്റെ ദൈവദാസന്മാരായ ഞങ്ങളോട് പറയും, നീ ക്ഷീണിതനാ, നിനക്ക് പ്രസംഗിക്കാനൊക്കത്തില്ല, നിനക്ക് അവിടെ പോകാനൊക്കത്തില്ല. അന്നേരം നമ്മൾ കൂടുതൽ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പ്രയാസം ഉണ്ടാകും, നിന്റെ ജോലിയിൽ പ്രോബ്ലം ഉണ്ടാകും, നിന്റെ ശരീരത്തിന് രോഗം വരും. അൺവാണ്ടഡ് തോട്ട്സ്. എവിടെയാലും ചെറിയ മഴ വന്നു, അൺവാണ്ടഡ് തോട്ട്സ് വന്നു. കുളിച്ചപ്പം പിടി കിട്ടി, ഒന്ന് ഞെക്കി വിട്ടു. പിറ്റേ ദിവസവും കുളിച്ചപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞേ. അൺവാണ്ടഡ് തോട്ട്സാണ്. അപ്പോൾ പിന്നെ പിറ്റേ 3-ാം ദിവസം ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞെ ഇവിടെ ചെറിയ മഴ പോലൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തി നോക്കിയപ്പോൾ സംഗതി അവിടെ ഉണ്ട്. പിന്നെ കാര്യമായിട്ട് നോക്കിയില്ലേ വിചാരിക്കുക, സ്നേഹമില്ല, നമുക്ക് ഡോക്ടറെ കാണാം. കറക്റ്റ് അല്ലേ? ഡോക്ടറെ പോയി കണ്ടു. ലോകത്തിലെ ഏറ്റവും മിടുക്ക ഡോക്ടർമാർ മലയാളികളാണ്. ഇത്രയും ബ്രില്യൻസ് ഒരു രാജ്യത്തും ഇല്ല. നമുക്ക് അഭിമാനത്തോടെ പറയാം. ഡോക്ടർ തൊട്ട് നോക്കിയപ്പോഴേ പിടി കിട്ടിയത് വെറും ഗ്ലാൻഡ് അക്യുമുലേഷൻ. അത് 4 ദിവസം കഴിഞ്ഞ് പോകാനുള്ള കേസേ ഉള്ളൂ. മാക്സിമം വല്ല ഓയിൻമെന്റും തട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ ഇവനെ വിട്ട ആശുപത്രി പൂട്ടിക്കെട്ടണം, പുള്ളി വീട്ടിൽ പോകേണ്ടി വരും. ഈ ഡോക്ടറെ വേറെ പണി നോക്കാൻ പറയും. അപ്പൊ പുള്ളി പറയും, ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, എന്നാലും ഒന്ന് കൺഫേം ചെയ്യാൻ ഒരെമ്മാറ എടുത്തേക്കാം. അയ്യോ, പിന്നിവൻ ബൈബിള് തുറന്നാൽ 39-ാം സങ്കീർത്തനം ശരിയാണോ? 90-ാം സങ്കീർത്തനം. പാട്ട് പുസ്തകം എടുത്താൽ സമയമാൻ്റെതും അല്ലേ? ഇത് വന്നാലെന്നാ അഥവാ ക്യാൻസർ ആയാലെന്നാ? ആർക്കും ഒരു അനക്കമില്ലല്ലോ. ധൈര്യത്തോടെ പറഞ്ഞ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവും. തമ്പുരാന്റെ പ്രോജക്റ്റിൽ അതാണോ? എനിക്കൊരു പേടിയില്ല. നിന്റെ പ്ലാൻ അതാണോ? ദൈവമേ, ഞാൻ പറയുന്നത് അറിയോ? കർത്താവേ, എനിക്കങ്ങനെ വന്ന എനിക്കൊരു വിരോധമില്ല. എന്നെ ഏൽപ്പിച്ച നീ കൊടുത്ത് നാളെ വേണ്ടേ? സ്തോത്രം, വീണ്ടും
നമ്മൾ ചലഞ്ച് സ്വീകരിക്കണം. അൺവാണ്ടഡ് തോട്ട്സ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ വരുന്ന പാപമല്ല, സാത്താൻ കൊണ്ടിരിക്കുക. എന്തിനറിയോ? ആത്മീയത്തിൽ ശോഭിക്കാതിരിക്കാൻ. ഈ കമ്പനി പൊട്ടിപ്പോയല്ലോ, പൊട്ടട്ടെന്നേ വേറെ പൊട്ടാത്ത കമ്പനി തമ്മിലാ നിന്നെ കയറ്റി വിടും. അല്ല, കമ്പനി പൊട്ടുന്ന മതി ടെൻഷൻ എടുത്ത് ഭക്ഷണം കഴിക്കാതെ കഞ്ഞിയും കുടിക്കാതെ നേരെ ഷേവിങ് ചെയ്യാൻ നടക്കരുത് സഹോദരാ. പൊട്ടിയാലല്ല, അതിനപ്പുറം എനിക്കുണ്ട്. തമിഴിൽ പറയും കാത് കുത്തിയവൻ പോനാ കടുക്കനിട്ടവൻ വരുവാറ്. എനിക്കത് ഇഷ്ടം. അവര് പറയുന്നതാ, കാത് കുത്തിയവനെ ഉള്ള അവൻ പോയാലുണ്ടല്ലോ കടുക്കനിട്ടവൻ വരും. നമ്മൾ ധൈര്യത്തോടെ പറയണം, എനിക്കൊരു ഭയവുമില്ല. അൺവാണ്ടഡ് തോട്ട്സ്, ആവശ്യമില്ലാത്ത ചിന്തകൾ, അതൊരു മൂടുപടമാണ്. ആത്മീയം തകർക്കാൻ വേണ്ട. ജോലിയുടെ എഫിഷ്യൻസി പോകും, കുടുംബജീവിതത്തിന്റെ മാധുര്യം പോകും, ആരാധനയുടെ ശക്തി കുറയും. ഈ ചിന്തകളും വന്ന് ഇവിടെ വന്നിരുന്നത് ദൈവദാസൻ ആരാധിക്കാൻ പറഞ്ഞു. എവിടെ ആരാധിക്കാൻ? അല്ല, നിങ്ങൾ പറയും അന്നേരം നമ്മൾ പുള്ളിക്ക് ഇതൊക്കെ പറയാം, പുള്ളിക്ക് വേറെ ഒന്നും നോക്കണ്ട അല്ലേ? പുള്ളിക്ക് ഇങ്ങനെ വന്ന് തട്ടിപ്പൊട്ടി പോയേക്കാം, നമ്മുടെ കാര്യം അതാണോ? അല്ല ദൈവമക്കൾ, അങ്ങനല്ല. അതിനെ നമ്മൾ കീറി ദൂരെ കളയണം, ആ വെയിലെടുത്ത് കളയണം. സാധാരണ അറിയാം, അവനറിയാം നമ്മുടെ വിജയം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ 7 പ്രതിഫലം ഉണ്ടല്ലോ, അവനത് സങ്കടം. അതിലെ ഈ 7 അവൻ ദൂതനായി ലൂസിഫറായിട്ടിരുന്നപ്പോ അവനൊന്നും കിട്ടിയിട്ടില്ല. അവൻ അതിൽ 1 കിട്ടിയുള്ള ഒരു ശരീരം മാത്രം. നമുക്ക് വേറെ 6 കൂടെ കിട്ടുക. ഇത് അവനറിയാം. അവനൊരു ശരീരം ഉണ്ടായിരുന്നു, ഗ്ലോറിയസ് ബോഡി ഉണ്ടായിരുന്നു. നമുക്കതാണോ കിട്ടാൻ പോകുന്നത്? എന്തെല്ലാമാ കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് അവനത് ഇടുമ്പോൾ ധൈര്യത്തോടെ പറയണം, ഞാൻ ഇന്നു മുതൽ തീരുമാനം എടുക്കണം. ഇവിടെ ഇരിക്കുന്നവർ ഈ ആവശ്യമില്ലാത്ത ചിന്തകളാകുന്ന മൂടുപടം വരുമ്പോൾ ഞാനത് കയറി ദൂരെ കളയും. കർത്താവ് എന്നാ പറഞ്ഞത്? വിചാരപ്പെടുന്നതിൽ ഒരു മുഴ നീളം കൂട്ടാൻ നിനക്ക് പയ്യെ. വയലിലെ താമര എങ്ങനെ വളരുന്നില്ല, കാക്കകളെ നോക്കി, എത്ര മനോഹരമല്ല. മാർച്ച്, ഏപ്രിൽ, മെയ് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പത്രം എടുത്ത അവിടെ കുടിവെള്ളമില്ല, ഇവിടെ കുടിവെള്ളമില്ല, അപ്പുറത്ത് വെള്ളമില്ല. പരാതി. ഒരു കാക്ക പോലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല? ഒന്ന് ചിന്തിച്ച്. 700 ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു കാക്ക, ആ വൃത്തി സൗന്ദര്യമില്ലാത്ത ഒരു പക്ഷി, അതിന് ഒരു കംപ്ലൈന്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കാക്ക കുടിവെള്ളമില്ല ചത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ കാക്കയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തവനാണെങ്കിൽ സ്വന്തം രക്തം കൊണ്ട് വിലക്കെടുത്ത് ജയോത്സവമായി നടത്തുന്ന കർത്താവേ, താഴ്ചകൾ വരും, വീഴ്ചകൾ വരും, വിസയിൽ പ്രശ്നം വരും, ജോലിയിൽ പ്രോബ്ലം വരും, ശരീരത്തിൽ രോഗം വരും. ഇതെല്ലാം റിയാലിറ്റീസാ. അവിടെ പറയണം, അൺവാണ്ടഡ് തോട്ട്സ് എന്ന വെയിൽ വരുമ്പോൾ ഞാൻ കീറിക്കളയും. അടുത്ത ഒരു തോട്ടിലൂടെ അൺവാണ്ടഡ് തോട്ട്സ് ആവശ്യമില്ലാത്ത അതിന് അടുത്ത വെയിൽ മൂടുപടം വായിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1-ാം വാക്യം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അതെല്ലാം വരും. വായിച്ചാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ആഹാബ് എന്ന് പറഞ്ഞ മഹാശല്യക്കാരനാ കേട്ടോ. അവനെ വെള്ളം മഴ പെയ്ക്കാതെ ആകാശം അടച്ചത് മാത്രമാണോ? അവനൊരു പണി ഒപ്പിച്ചു. ഇസബേലിനോട് പറയുക, അവൻ ആകാശത്ത് തീ ഇറക്കി യാഗപീഠം എല്ലാം ദഹിപ്പിച്ചു. നമ്മുടെ പ്രവാചകന്മാരെ നമ്മൾ കൂലിക്ക് കൊടുത്ത് പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നില്ല. ഈ വാടകക്കാര് എല്ലാത്തിനും കൊത്തുങ്ങളും, വാടകക്കാരെല്ലാം തട്ടി. ഇത് വലിയ ശല്യമാണല്ലോ, എന്നാ ചെയ്യുന്നത്? ആഹാബിനൊന്നും പറയാൻ പറ്റില്ല. അറിയോ, അവന്റെ രഥത്തിന്റെ മുമ്പിലെ ഇവൻ ഓടുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. 24 hours ആടാ ഭാഷ നിന്നെ ഞാൻ എടുക്കും. നാളെ ഈ നേരത്തിനകം നിന്നെ ഞാൻ എടുക്കും. അടുത്ത വാക്യം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഈ മരുഭൂമിയിൽ കാണുന്ന ഗൾഫിലൊക്കെ കാണുന്ന ജൂണിഫറസ് ചെടി, ചൂരച്ചെടി എന്ന് പറഞ്ഞാൽ ചൂരൽവടി ഉണ്ടാക്കുന്നതല്ല, മുള്ളുകൊണ്ട് തടല് വെക്കുന്ന ഒരു വട്ടത്തിലൊരു മരമുണ്ട്, അതിന്റെ പേരാ ജൂണിഫറസ് ട്രീ. അതിന്റെ താഴെ പോണ തണല. ഇവൻ അതിനടിയിലോട്ട് കയറി കവന്ന് വെച്ച് പറയാ, മതി കർത്താവ്. അയച്ച അടുത്ത വാക്യം കൂടെ. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. നോക്കി, എന്റെ പ്രാണനെ എടുത്ത് എനിക്ക് ജീവിക്കട്ട. ആകാശത്തിൽ നിന്ന് തീ ഇറക്കിയവൻ, 3.5 വർഷക്കാലം മഴ മാറ്റിയവൻ, ധൈര്യത്തോടെ ചെന്ന് രാജാവിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറയാതെ, അല്ല തലയും ചൊറിഞ്ഞൊന്നും അല്ല പറഞ്ഞത്, നല്ല ധൈര്യത്തോടെയാ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ലെന്ന് പറഞ്ഞവൻ
ഒരു സ്ത്രീയുടെ വാക്കിൽ പതറിയത് കണ്ടോ? എന്താണെന്നറിയാമോ? ഹല്ലേലൂയ! അത് സാത്താൻ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക തരംഗമാണ് ആ ഭയം. ആ ഭയം നമുക്ക് ഭയം വേണം. ഭയമുണ്ട്. അത് തമ്പുരാൻ തന്നിരിക്കുന്ന ഭയം. അതൊരു ക്യാരക്ടറാ. ഒരു മൂർഖമാവിനെ കാണുമ്പോൾ സ്തോത്രം പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ആ ഭയത്തോട് മാറും. എതിരെ കാറ് വരുമ്പോൾ നടന്നു കയറുവോ? ഞാൻ ദൈവ പൈതല പാസ്റ്ററാക്കി എന്ന് പറഞ്ഞ് വരുവോ? കയറിയ പാസ്റ്റർ അതോടെ തീർന്നു. നോക്കിക്കേ, ഭയം. മാതാപിതാക്കളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയം. മേലധികാരികളെ കാണുമ്പോൾ നമ്മുടെ ഉടമസ്ഥന്മാരെയോ നമുക്ക് ജോലി തന്നവരെയോ അത് കാണുമ്പോൾ ജോലിക്കാർ എന്താ കീഴ് ജീവനക്കാർക്ക് ഒരു ചെറിയ, അത് വേറെ ഫോമിലുള്ള ഭയമാ. പിന്നെ നോക്കിക്കേ, ഭർത്താവ് വരുന്നു, ഭാര്യയ്ക്ക് ചെറിയൊരു ഭയം, ചിലയിടത്ത് തിരിച്ചും, അതിന് കുഴപ്പമില്ല. ഇതെല്ലാം നല്ലതാ. എങ്ങനെ ഭയം വന്നു? തമ്പുരാൻ തന്നതാ. അറിയാമോ? ഞാനും നിങ്ങളും അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഭയമില്ല, പേടിക്കുന്ന ഒരു കാര്യമില്ല. 100% പ്രൊട്ടക്ഷൻ അവിടെ ഉള്ളൂ, പിന്നെ സ്വർഗത്തിലേ ഉള്ളൂ. 100% പ്രൊട്ടക്ഷൻ ആ വയറ്റിൽ. ഒന്നും അറിയണ്ട. എന്നാ സുരക്ഷിതത്തിലാണ് 9 മാസം കിടന്നത്. ഒന്നും അറിയണ്ട. ഇടിവെട്ടും മിന്നലുണ്ടാകും, ഇതുപോലെ അറിയേണ്ട കാര്യം അവിടെ ഉണ്ടോ? ഇല്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്നും വെളിയിലോട്ട് വന്നപ്പോൾ ശബ്ദം കേട്ട് നമ്മൾ ഭയപ്പെടും. അതിന് ഉടനെ ചെയ്ത പരിപാടി എന്നാ അറിയാവോ? തലച്ചോറിനകത്ത് തമ്പുരാൻ ഒരു ജീൻ കളിപ്പിച്ചു. ആ ബ്രെയിൻ സിസ്റ്റത്തിൽ അമഗ്ദല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഒരു ജീൻ കളിത്തു, സ്റ്റാൽമിൻ. ആ ജീൻ ഉണ്ടെങ്കിൽ ഭയമുണ്ടവന്. അത് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനം. അമഗ്ദല എന്ന് പറയുന്ന ഭാഗത്ത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ചെയ്യത്തില്ല. മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചതാ. വിതിൻ 24 മണിക്കൂറിന് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദ ലോർഡ്, പഴയ കാലത്ത് ഒന്നും അറിയാൻ മേലാതെ വീട്ടിലെ അമ്മമാർ ചെക്കിങ് നടത്തുമായിരുന്നു. ഉണ്ടോ എന്നറിയോ? വാതിൽ പിടിച്ച് 2 അടയടയ്ക്കും. അതിന് പേടി അടയ്ക്കാന്നൊക്കെ നാട്ടിൽ പറയുമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയാം. ഭയം ഉണ്ടോ നോക്കുക, ഇത് കിളുക്കുക. എന്നാൽ ആ ഭയമല്ല ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഫിയർ. ഏലിയാവിന് സംഭവിച്ചത് അൺവാണ്ടഡ് ഫിയർ. അതുകൊണ്ട് ആ ദൈവദൂതൻ പറഞ്ഞു, വാട്ട് ബിസിനസ് യു ഹാവ്? ഇറങ്ങാനാണ് ഇവിടെ കാര്യം. വായിച്ചേ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും. അതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ അന്ത്യകാല സഭയിൽ കയറുക. ദൈവത്തിന്റെ ഒരു കൃപ നിങ്ങൾ കേട്ടോണം. ഇവൻ ദൈവത്തിന് വേണ്ടി തീ പോലെ ജോലിച്ചവനാ. അതുകൊണ്ട് അവൻ ഭയപ്പെട്ടപ്പോ തമ്പുരാന് മനസ്സിലായി ഇതൊരു നാച്ചുറൽ ഹാബിറ്റ് വന്ന. അതുകൊണ്ട് 2 അടിയല്ല കൊടുത്തത്. അവൻ ആദ്യം കൊടുത്ത, ലോകത്തിൽ ആദ്യം തണ്ടൂരിയപ്പം കൊടുത്ത ഈ പുള്ളിക്ക. അറിയാവോ തണ്ടൂരി എന്നാ കാര്യം അറിയാവോ? ഇവനെ ദോശയിട്ട് എണ്ണയ്ക്കകത്ത് ചുട്ടാൽ ഇവനെ മൈൽ 30 നടക്കണം ഹോരവി വരെ പോകാൻ. ഇവൻ ദാഹിച്ചു വലഞ്ഞു വഴി തട്ടിപ്പോകും. ഉള്ള എണ്ണ ചുട്ട അപ്പം കൊടുത്ത അത് വരാതിരിക്കാൻ ഇവൻ നടക്കാൻ അത്ര കരുതി ഒരു കർത്താവാണെങ്കിൽ ഈ ദുബൈയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ഭയപ്പെട്ട പ്രവാചകന് തണ്ടൂരിയപ്പം കൊടുത്ത്, എണ്ണ തൊടാത്തിയപ്പം കൊടുത്ത് 40 ദിവസം നടത്താൻ ബലം കൊടുത്തെങ്കിൽ ധൈര്യത്തോടെ പറയണം, ഞാൻ അങ്ങനെ പേടിക്കത്തില്ല, ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ജീവിതം ഞാൻ വിജയിപ്പിക്കും. നിങ്ങളുടെ മുമ്പിൽ എതിരുകൾ കാണും, വീട്ടിൽ എതിര് കാണും, റിലേറ്റീവ്സിൽ എതിര് കാണും, ജോലിയിൽ എതിര് കാണും. എന്നോട് പറഞ്ഞതാ, ഞാൻ സ്നാനം എടുക്കാൻ അന്നേരത്തെ എന്റെ മാനേജർ പറഞ്ഞതാ, മിസ്റ്റർ മാമൻ, ഇഫ് യു ടേക്ക് ബാപ്റ്റിസം വി വിൽ സാക്ക് യു. വി ഡോണ്ട് വാണ്ട് എ പേഴ്സൺ, ബാപ്റ്റൈസ്ഡ് പെന്തക്കോസ്റ്റൽ പേഴ്സൺ ഓൺ യുവർ സ്റ്റാറ്റസ് ജോബ്. അറിയാമോ, പേരുകെട്ട കമ്പനിയിൽ നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ ധൈര്യത്തോടെ ഞാൻ പറയുക, 978 ഞാൻ സ്നാനമെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്റെ മാനേജറുടെ പേര് മലയാളിയല്ല, എവറസ്റ്റ് റോഡ്രിഗോസ്. അദ്ദേഹം പറഞ്ഞതാ, we know well that you belongs to a very good Christian family. You are a very valuable person for our company. You have enough knowledge in tea technology and you have labor control. ഞാൻ ഇത് എവിടെയും പറയുന്നൊരു സാക്ഷ്യമാണ്. As a token of your efficiency, we have already given you 3 double increments within 2 years. Again, we are thinking about you. We already wrote to Calcutta about you. We expect a favorable reply from there to lift you up. But unfortunately, we heard a sad news. It was a sad news to him, good news for me. എന്നോട് പറഞ്ഞ, you are going to take baptism and take as a Pentecostal man.
We don't want a Pentecostal person on your status. So if you take baptism, we will sack you. അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ, ഞാൻ സീനിയർ ഓഫീസർ. എനിക്ക് അഭിഷേകം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സർ, ഐ ആം നോട്ട് ബോതർഡ് അബൌട്ട്. അദ്ദേഹം പിന്നെയും പറഞ്ഞു, മിസ്റ്റർ മാമൻ, മൈൻഡ് യു, യു ഹാവ് 3 children. If you go abroad, you will never get such a good job. ഞാൻ പറഞ്ഞു, sir, I have decided. I am not bothered about my job. അന്നൊരു പേടിയുണ്ട തോമസ് മാമനായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ തമ്മിൽ കാണത്തില്ല. എന്റെ കർത്താവെ, ആർക്കും കടക്കാരനല്ല അല്ലേ? നമ്മള് പാടത്തില്ല, അവൻ ആർക്കും. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞ ഉള്ളി ഓവർ എക്സ്പെൻഡിച്ചർ ആക്കിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പനിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു നോർത്ത് ഇന്ത്യക്ക്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്ത് എന്നെയാക്കി. അവൻ ആർക്കും കടക്കാരനല്ല. ധൈര്യത്തോടെ പറയാം, നിങ്ങൾ പേടിക്കരുതേ. എന്തും വന്നോട്ടെ, ഇടുത്തി വന്നോട്ടെ, ആക്സിഡന്റ് വന്നോട്ടെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറയട്ടെ, നിന്നെ പിരിച്ചുവിടുമെന്ന് പറയട്ടെ, നിനക്ക് രോഗം വരുമെന്ന് പറയട്ടെ, നീ പേടിക്കണ്ട. നിന്നോട് കൂടെയുള്ളവൻ ആരാന്നറിയാമോ? അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചവൻ, ഭൂമിയിലെ പൊടിയെ ഉള്ളംകൈയിൽ വെക്കുന്നവൻ, തിരമാലകളെ അമർത്തുന്നവൻ, കടലിനെ സൃഷ്ടിച്ചവൻ, കരയെ സൃഷ്ടിച്ചവൻ, അവൻ നിന്റെ ഉള്ളിലുണ്ട്. ധൈര്യത്തോടെ നീ ജീവിതത്തെ വിജയിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്മാർ തന്ന സമയം തീർന്നു, മണി 10 എങ്കിലും നമുക്ക് കുറച്ച് കാര്യം കൂടി ചിന്തിക്കണ്ടേ? നാം എവിടെ നിൽക്കുന്നു? ഈ ലോകത്തിന്റെ സ്ഥിതി എന്താ? ഈ തലമുറയുടെ പ്രത്യേകത എന്താ? എത്ര പേർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് മാറി. കൃപായുഗം ഇവിടെ തീരുകയാണ്. ഈ തലമുറ കൃപായുഗത്തിന്റെ ഒടുവിലത്തെ കണ്ണിയാണ് നിങ്ങൾ. ദ ലാസ്റ്റ് ലിങ്ക് ഓഫ് ദി ഗ്രേസ് ഓഫ് ഏജ്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, എന്റെ അലങ്കാര ഭാഷയെ പറഞ്ഞാൽ ശവപ്പെട്ടി വേണ്ടാത്തവർ. സന്തോഷമുണ്ടോ? ഇല്ല. വായനപ്രകാരം ജീവിച്ചാൽ ഞാൻ അമേരിക്കയിലും പറഞ്ഞത് എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന് അറിയാമോ? കേട്ടെ, നിങ്ങളുടെ മൂക്കി പഞ്ഞി വെക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ ആരും ആ നാമത്തെ തിന്നത്തില്ല. സ്തോത്രം. അറിയാമോ? ധൈര്യത്തോടെ പറയാം, ഇത് പെട്ടി വേണ്ടാത്ത പുള്ളികളായി ഇരിക്കുന്നതെല്ലാം സാരിയും തുണിയും വെക്കുന്ന പെട്ടിയൊന്നും അല്ല. ഒടുവ കറുത്ത നിങ്ങളത്തെ ഒരു പെട്ടിയില്ലേ, അത് ലോകത്തെ മനുഷ്യൻ ഭയപ്പെടുന്നവരാണ്. ഞങ്ങളുടെ കോട്ടയത്ത് 2 കടയുണ്ട്, മറ്റുള്ള കടയെല്ലാം അടയ്ക്കും. ഈ കട അടയ്ക്കത്തില്ല. എന്നാ അറിയോ? ഇതിന് വാച്ച്മാനും ഇല്ല. മറ്റുള്ളതെല്ലാം വാച്ച്മാനാ. ഇത് അടയ്ക്കത്തുമില്ല, ലൈറ്റ് ഓഫ് ആക്കത്തില്ല. ഈ 2 കടയിലും ഞാൻ അവരോട് ചോദിച്ചു, ഒരാണി പോലും മോഷണം പോകത്തില്ലെന്നു. അതിനുടമസ്ഥ ഒരു വർഗീസ് അയാൾ പറഞ്ഞു, സാറ് സത്യ സാർ ഒരു ഉപദേശിച്ചായോണ്ട് പറയാം, എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ മറ്റേ ശവപ്പെട്ടിയുടെ കീഴ് വെച്ച് പിടി പോകും. മഴ പെയ്ത് എലി നനഞ്ഞ പോലെ നനഞ്ഞ് കൊടയില്ലേലും ഒരുത്തനും ഇവിടെ കയറി നിൽക്കത്തില്ലെന്ന്. ആ സാധനം വേണ്ടാത്തവരായി ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് ഉറക്ക ദൈവത്തെ സ്തുതിച്ചേ. ഈ തലമുറ കാണാൻ പോകുന്നത് 3-ാം ലോക മഹായുദ്ധമല്ല. ഈ തലമുറ കാണാൻ പോകുന്ന ആറ്റം യുദ്ധമല്ല. ഈ തലമുറ കാണാൻ പോകുന്നത് രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനമെടുത്ത് വിശുദ്ധിയിൽ ജീവിച്ച് ആരാധിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും. സംശയമുണ്ടോ? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:16 വേഗം വായിക്കാം. ഇനി നല്ല കമ്പിവാചകം പോലെ വായിക്കണേ. അവിലതിൽ പങ്കുവച്ച് വായിച്ച പോലെ വായിക്കണം. വായിച്ചേ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല, നമുക്ക് സമയം ലഭിക്കാൻ. ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ കേട്ടോണം. AD 30 ക്രിസ്തീയ സഭ ആരംഭിച്ചു. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗമാണ് ആരംഭം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു, സഭ പടർന്നു. ശക്തമായ 2 എതിർപ്പ്. ഒന്ന്, റോമൻ മത നേതാക്കൾ എതിർത്തു. ബൈബിളിലുണ്ടോ നിങ്ങൾക്ക് അറിയാം. ഇവരെ പിടിച്ച് അകത്താക്കി ജയിലിലിട്ടു, അടിച്ചു. യഹൂദ മത നേതൃത്വം, റോമൻ നേതൃത്വം ആദ്യം സപ്പോർട്ട് ചെയ്തു ഇവരെ ക്രിസ്ത്യാനികളെ, പിന്നെ അവരും എതിർത്തു. ആദ്യമേ റോമൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു, പിന്നെ അവരും എതിർത്തു. ആരംഭത്തിലെ യഹൂദ മത നേതൃത്വം എതിർത്തു.
സഭ പടർന്നു പന്തലിച്ചു. എങ്ങനെ? പണത്തിന്റെ ശക്തിയല്ല, എഡ്യൂക്കേഷണൽ പവർ അല്ല, ആൾബലമല്ല, അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭ ശക്തി. ഇത് അന്ത്യകാലം. നിങ്ങൾ നോക്കിക്കേ, ലോകത്തിൽ അറിയപ്പെടുന്ന 4 മതം, ആ 4 മതങ്ങളിൽ 3 മതങ്ങൾക്കും സ്ട്രോങ് സപ്പോർട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്. ഒരു ഇസ്രായേലിനെ യഹൂദനെ തൊട്ട വിവരം അറിയും, ഒരുത്തരും തൊടത്തില്ല. തൊട്ടാൽ അറിയാം സംഭവം എന്നാ നടക്കുന്നു. ശരിയാണോ? നമുക്കറിയാം. ഒരു ഇസ്ലാമിനെ തൊടട്ടെ, സംഗതി മാറും, കളി മാറും. ഒരു ഹൈന്ദവനെ തൊടട്ടെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മതേതത്വം വന്ന ഒരു ഹൈന്ദവ ഗവൺമെന്റാ. ഈ 3 കൂട്ടരെ തൊട്ടാൽ ചോദിക്കാൻ ഗവൺമെന്റ്. അംഗസംഖ്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ക്രിസ്ത്യാനി. ക്രിസ്തു മതത്തെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരൊറ്റ ഗവൺമെന്റ് ഇന്ന് ലോകത്തിലില്ല. ആരും ശ്രദ്ധിക്കാത്തൊരു ഫാക്ട് ഞാൻ പറയുക, ക്രിസ്തു മതത്തെ ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റിൽ എന്തുകൊണ്ട് ഉണ്ടായിരുന്നവർ മാറി. അമേരിക്ക സപ്പോർട്ടില്ല, ബ്രിട്ടൻ സപ്പോർട്ടില്ല, ഒരു ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ല. എന്താണെന്നറിയാമോ? ഇത് അന്ത്യകാലമാ. സ്വർഗത്തിന്റെ ആവശ്യം തന്റെ സഭയെ മാനുഷിക ഭുജത്തിൽ നിർത്താനല്ല, തോക്കിന്റെ ശക്തിയിൽ സംരക്ഷിക്കാനല്ല, മിസൈലിന്റെ ശക്തിയിൽ ക്രിസ്തുമതത്തെ സംരക്ഷിക്കാനല്ല. ഇത് അന്ത്യകാലമാണ്. ആത്മാവിന്റെ ശക്തിയിൽ സംരക്ഷിക്കണം. ആരംഭിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തിയിൽ ആരംഭിച്ച് പടർന്നെങ്കിൽ അവസാനിക്കുമ്പോൾ അതേ ശക്തിയിൽ നിർത്തി മേലോട്ട് കൊണ്ടുപോകണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അടയാളം നമ്പർ 1. നമ്പർ 2, അതിനോട് ചേർന്ന് സെപ്റ്റംബർ ഏറ്റവും പ്രധാനമായ മാസമായി ഇന്ന്. ഞാനിവിടെ കാണും 25th, അതിൽ പ്രധാനമാണ്. നിങ്ങൾ കേട്ട് കാണും, കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 നാസ കണ്ടുപിടിച്ച ഒരു സംഭവം. ഇതൊന്നുമല്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അടുത്തത്, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. അടുത്തത്, ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഈ രക്തം അടയാളം യഹൂദന്. Blood is a symbol for Jews. 1492 ലോകത്തിന്റെ ചരിത്രത്തിൽ ഏപ്രിൽ 16 യഹൂദന്റെ പെസഹ, ആദ്യത്തെ ബ്ലഡ് മൂൺ. റെഡ് മൂൺ അല്ല, ബ്ലഡ് മൂൺ. റെഡ് മൂൺ എന്ന് പറഞ്ഞാൽ ചുവന്ന ചന്ദ്രൻ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭ്രമണപഥത്തിൽ ഭൂമി കയറി വന്നാൽ ചന്ദ്രൻ ചുമക്കും. എന്നാൽ ഇത് വന്നില്ലെങ്കിലും ചന്ദ്രൻ രക്തമാകും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചേ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം. അടുത്തത് അതൊന്നും നമുക്ക് സമയമില്ല ചിന്തിക്കാൻ. നമ്മുടെ ടൈം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് അടുത്ത വാക്യം. അടുത്തതോ യഹോവയുടെ ദിവസം. ഏതാ? യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുൻപേ. അടുത്തത് കേട്ടോണം. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. ബ്ലഡ് മൂൺ. യഹോവയുടെ ദിവസം. ഏതാ യഹോവയുടെ ദിവസം? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസമുണ്ട്. ആരും മറക്കാത്ത ദിവസം. ജോലി കിട്ടിയതല്ല, അതൊക്കെ മറന്നുപോകും. ആദ്യം ശമ്പളം കിട്ടിയതല്ല, അതും മറക്കും. ആദ്യം മുണ്ടെടുത്തതോ സാരി എടുത്തോ ഒന്നുമല്ല. ആദ്യം ദുബൈ വന്നു, അതൊക്കെ മറന്നുപോകും കുറച്ച് കഴിയുമ്പം.
ഏത് അർദ്ധരാത്രി വിളിച്ച് ചോദിച്ചാൽ ആരും പറയുന്ന ഒരു ദിവസമുണ്ട്, എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? ആരും പറയത്തില്ല ഞാൻ കുഞ്ഞുഞ്ഞമ്മോട് ചോദിക്കട്ടെ. ഇതുപോലെ യഹോവയുടെ ദിവസം കുഞ്ഞാടിന്റെ കല്യാണം. ലോക സ്ഥാപനം മുതൽ ഒരു കാന്തയെ ഒരുക്കി ആ കാന്തയെ ചേർക്കാൻ പോകുന്ന സംഭവമാണ് കുഞ്ഞാടിന്റെ കല്യാണം. അത് വരുന്നതിന് മുൻപ് ചന്ദ്രൻ രക്തമാകും. 1492 യഹൂദന്മാരെ യൂറോപ്പിൽ തകർത്ത് തരിപ്പണമാക്കി കൊല്ലാൻ തുടങ്ങി. പ്രത്യേകിച്ച് സ്പെയിനിലെ രാജാവും ഇസബല്ല രാജ്ഞിയും, അന്നത്തെ രാജ്ഞിയുടെ പേരെ ഇസബല്ല രാജ്ഞി നിയമമുണ്ടാക്കി, 1 മാസത്തിനകം യഹൂദന്മാർ മുഴുവൻ രാജ്യം വിട്ടോണം, അല്ലെങ്കിൽ കൊന്നുമുടിക്കും. യഹൂദ അറബിമാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ, കൃത്യം പെസഹാ ദിവസം അപ്പോൾ അവർ പറഞ്ഞു രക്തമടയാളം, നമുക്ക് വേണ്ടി കർത്താവ് എന്തോ പ്രവർത്തിക്കുന്നു. ഉടൻ യഹൂദ അറബിമാർ ഉപവാസത്തോടെ മുട്ടൽ മടക്കിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെ ആകാശത്തിൽ ഒരു അടയാളം, ഒരു രാജ്യം. അവർ പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് രക്ഷിക്കാൻ. അത് എവിടെ വാ? പടിഞ്ഞാറ്. ആർക്കും അറിയാമല്ല, നാവിഗേറ്റർ ഇല്ല, എങ്ങോട്ട് പോകാനാ ആർക്കും അറിയാമല്ല. പടിഞ്ഞാറ് അവർക്കറിയാവുന്നത് ഏക പരിപാടി അറ്റ്ലാന്റിക് സമുദ്രം, അതിനപ്പുറത്തെ പസഫിക് സമുദ്രം പോലും അറിയാൻ മേല. അന്നേരം ഒരു കപ്പൽ യാത്രക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്ത്യക്ക് പോയിക്കൊണ്ടിരുന്നത് ഫുഡ്കോ മുനമ്പ് ചുറ്റി, അത് അപകടമാണ്, ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലോ പറയുന്നു. അങ്ങനാണെങ്കിൽ നേരെ പടിഞ്ഞാട്ട് ചെന്ന് അവിടെ ചെല്ലാം. ഉടനെ യഹൂദ അറബിമാർ, ചരിത്രം അധികമാർക്കും അറിയാൻ മേല, പണം പിരിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ പൈസ കുറച്ച് ഞങ്ങൾ തരാം. ഈ പോകുന്ന വഴിക്ക്, ഇന്ത്യക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് കൊണ്ട് ദൈവം വെച്ചതാ. ആ യാത്രക്കാരന്റെ പേരാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം പോയി കണ്ടുപിടിച്ചു. ആ വർഷം അതെ അമേരിക്ക യഹൂദന് കുടിയേറാൻ ഇന്നും തമ്പടിച്ച് താമസിക്കുന്നു. ഒന്നാമത്തെ ബ്ലഡ് മൂൺ ചരിത്രത്തിൽ. 1948 ഏപ്രിൽ മാസം 16 കറക്റ്റ് അവന്റെ പെസഹാ ദിവസം അവർക്ക് രക്തചന്ദ്രൻ. ഉടനെ റവിമാർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു നമുക്ക് രാജ്യം കിട്ടും. അതേ വർഷം മെയ് 14 രാജ്യം കിട്ടി. 1967 ലോക ചരിത്രത്തിൽ 3ാമത്തെ ബ്ലഡ് മൂൺ, കൃത്യം ഏപ്രിൽ 16. അവരോട് പറഞ്ഞു ഞങ്ങളുടെ ആഗ്രഹം സാധിക്കും, ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടണം വേണം മുഴുവൻ. അതേ വർഷം 6 ദിവസത്തെ യുദ്ധത്തിൽ യെരുസലേം നഗരം കിട്ടി. എങ്കിൽ 2014 ഏപ്രിൽ 14 നാസ വിളിച്ചു പറഞ്ഞു ഇതാ ബ്ലഡ് മൂൺ വരുന്നു. 16-ാം തീയതി ബ്ലഡ് മൂൺ, ഒക്ടോബർ 3 ബ്ലഡ് മൂൺ, വീണ്ടും ഇതാ ഒടുവിലത്തെ ബ്ലഡ് മൂൺ 2015 സെപ്റ്റംബർ 25. യഹൂദ റബിമാർ പറയുന്നു ഞങ്ങളുടെ മശിഹ വരും, ഞങ്ങളുടെ മശിഹ വരും, ഞങ്ങൾ അവനെ സ്വീകരിക്കും. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ നാമത്തിൽ വന്നു, നീ ഒന്നും എന്നെ സ്വീകരിച്ചില്ല പിതാവിന്റെ നാമത്തിൽ, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നീ അവനെ സ്വീകരിക്കും. ഈ ബ്ലഡ് മൂൺ വിളിച്ചു പറയുന്നു യേശു എന്ന പേരിൽ ഒരു വ്യാജൻ കടന്നു വരും യഹൂദനെ സ്വീകരിക്കാൻ. അവന്റെ പേരാണ് അധർമ്മമൂർത്തി, എതിർ ക്രിസ്തു. എന്നാൽ അതിനു മുമ്പ് കുഞ്ഞാടിന്റെ കല്യാണം നടന്നിരിക്കണം. ആശയം മനസ്സിലായോ? ബ്ലഡ് മൂൺ സെപ്റ്റംബർ 25 ഈ മാസം മറ്റൊരു സംഭവം. വെളിപ്പാട് പുസ്തകം 13:7 നിവർത്തിക്കത്തക്കവന് ആദ്യത്തെ പടി. ശ്രദ്ധിച്ചു കേട്ടോണം, തെറ്റിച്ച് കേട്ടോണ്ട് പോകരുതേ. ആ വാക്യം നിവർത്തിക്കുമെന്നല്ല, അത് നിവർത്തിക്കുവാനുള്ള ആദ്യത്തെ പടി. ഇവിടെ വരണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ആദ്യമേ ലെഫ്റ്റ് എടുത്തണം. എടുത്താൽ ഉടനെ ഇങ്ങോട്ടൊന്നും കയറത്തില്ല. പിന്നെ വന്ന് ആദ്യത്തെ റൗണ്ട് അബൌട്ടാ, പിന്നെ റൈറ്റ് എടുത്താലേ കയറത്തുള്ളൂ. ഇതുപോലെ അടുത്ത പരിപാടി കേട്ടോണം സംഭവിക്കാൻ പോകുകയാണ് ഈ സെപ്റ്റംബർ 25 വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്റെ കാര്യമാ, സകല ഗോത്രത്തിന്റെ മേലും വംശത്തിന്റെ മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. അവൻ അധികാരം കേട്ടോളാം. സെപ്റ്റംബർ 25 നിങ്ങൾ TV ഒക്കെ നോക്കിക്കോണം. അമേരിക്കയിൽ മാർപ്പാപ്പ ചെല്ലുന്നു. യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അകത്തിരിക്കുന്നതും യുണൈറ്റഡ് നേഷൻസിന്റെ ആവശ്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം, അധസ്ഥിതരെ ഉയർത്തണം, പോവർട്ടി മാറ്റണം. അതിന് ഏറ്റവും നല്ല മാർഗം ഭാവിയിൽ ഒരേകലോക ഗവൺമെന്റ് കൊണ്ടുവരണം. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ, ധനം അതില്ലായ്മ ചെയ്യുവാൻ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പേരാണ് വൺ വേൾഡ് ഗവൺമെന്റ്.
കമ്പ്യൂട്ടർ അടിച്ചു നോക്കിക്കോണോ, ന്യൂ വേൾഡ് ഓർഡർ 2009 പ്ലോട്ട് ചെയ്തതായി. ഇപ്പൊ 2015 മാർപ്പാപ്പ യുണൈറ്റഡ് നേഷൻസ് ചെന്ന് അതിന് മുന്നോടിയായ പ്രസംഗം നടത്തും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരേകലോക ഗവൺമെന്റ് ഇവിടെ വന്നിരിക്കും. അതിന്റെ നടപടി ആരംഭിച്ചെങ്കിൽ അതെന്തിനെ കാണിക്കുന്നു? സ്വർഗീയ ഗവൺമെന്റ് തന്റെ പ്രിയമുള്ളതിനെ ഇവിടുന്ന് മാറ്റിയേ തീരൂ. 3 നിങ്ങൾ പോവാസന്മാരാ ഇച്ചിരി അല്പം കൂടെ സമയം എടുക്കാവോ? എങ്ങനെയാ നാളെ എന്തോ എതിർ ക്രിസ്തുവിന്റെ ആർമിയുടെ ആരംഭം. സ്തോത്രം. ഒരു നദി ആരംഭിക്കുന്ന നദിയായിട്ടല്ല, സ്ട്രീം, അരുവി. മുല്ലപ്പെരിയാറിലൊക്കെ ചെന്നാൽ കാണാം കുഞ്ഞരുവിയാ ഒടി പെരിയാറാകുന്നത്. ചെറിയ അരുവി സ്ട്രീമാണ് നദിയാകുന്നത്. എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ ലോകത്തിലെ ഏത് രാജ്യത്തിലെയും പട്ടാളത്തിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ആ രാജ്യത്തിലെ സിറ്റിസൺസിനെ മാത്രമേ മിലിറ്ററി ചേർക്കത്തുള്ളൂ. ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാരെ ചേർക്കത്തുള്ളൂ. ഏത് രാജ്യത്തിലും അവിടുത്തെ ബോൺ സിറ്റിസൺ ആയിരിക്കണം മിലിറ്ററി. 2, ചെന്നാൽ ഓടിയൊന്നും എടുക്കത്തില്ല. മതിയായ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഓഫീസേഴ്സ് എല്ലാ വെയിറ്റും ഹൈറ്റും ഹെൽത്തും എല്ലാം നോക്കി എടുക്കത്തുള്ളൂ. നല്ല ആരോഗ്യം ഉണ്ടോ എന്ന് നോക്കും. ഇല്ലേ? പൊടിയേരി കഞ്ഞി കുടിക്കാൻ പോലും ദഹിക്കാൻ മേലാത്തതിനെ പട്ടാളത്തിലെടുക്കും. ഇതാ ഒരു പുതിയ പട്ടാളം നിങ്ങൾക്കറിയാം, ISIS. പേര് വേറെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് എന്ന് പേര്. ആ പട്ടാളത്തിന്റെ പ്രത്യേകത കേൾക്കണോ? റിക്രൂട്ട് ചെയ്യുകയല്ല, അങ്ങോട്ട് ചെന്ന് കയറുക. എവിടുന്നെല്ലാം? ഇന്ത്യയിൽ നിന്ന് 17 പേര്, സമ്പന്ന രാജ്യമായ അമേരിക്കൻ 200 പേര് ചെന്ന് കയറിയിരിക്കുക. ബ്രിട്ടനിൽ നിന്ന്, അതാ അതിശയം, കൈക്കുഞ്ഞു കൊണ്ടൊരമ്മ, 12, 13, 14 വയസ്സ് പ്രായമുള്ള 3 പെൺപിള്ളേര്. അങ്ങനെ ബ്രിട്ടനിൽ നിന്നും ധാരാളം പേർ, ഓസ്ട്രേലിയയിൽ നിന്നും 500 പേർ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും വോളണ്ടിയറിൽ ചെന്നങ്ങോട്ട് കയറുക. അവിടെ റിക്രൂട്ട്മെന്റ് അല്ല, ചെല്ലുന്നതിനെ എല്ലാം പിടിച്ച് കറുത്ത ഉള്ളു പിടിയിക്കുക. പരിപാടി അവിടെ എക്സസൈസ് അല്ല, പഠിപ്പിക്കുന്നത് കഴുത്തറക്കാൻ. എവിടെ നിൽക്കുന്ന ലോകം? വേണ്ട. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ടോ? ബ്രിട്ടീഷ് പൗരന്മാരെ നിഷ്കരണം കഴുത്തറത്ത് TV-യിൽ പ്രദർശിപ്പിച്ചിട്ട് ചോദിച്ചോ ഒബാമ? ബ്രിട്ടീഷ് പൗരന്മാരെയും അമേരിക്കൻ പൗരന്മാരെയും കൊല്ലുന്ന ദൃശ്യങ്ങൾ പരസ്യമായി പത്രത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് ചോദിച്ചോ? ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ദാനിയേൽ 9:27 വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനത്തിന്റെ ആരംഭമായി. ദൈവസഭയാകുന്ന ദൈവമക്കൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗീയ കലണ്ടർ പ്രകാരം പിറ്റേ ദിവസം എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. അവൻ ഭരണമെങ്കിൽ അവൻ ഭരണം തുടങ്ങിക്കഴിഞ്ഞ് പട്ടാളത്തെ കൊണ്ടുവരികയല്ല. അതിനു വേണ്ടി ആ പട്ടാളം നേരത്തെ സാത്താൻ ഇവിടെ തയ്യാറാക്കി വെക്കും. നിങ്ങൾ നോക്കിക്കേ, ഇസ്ലാം രാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്നു. സൗദി അറേബ്യ 970 മൈൽ നീളത്തിൽ ഇലക്ട്രിഫൈഡ് ഫെൻസ് വെച്ച് കഴിഞ്ഞ് ഭൂമിയുടെ അടിയിൽ വരെ ലേസർ വെച്ച് ഭയപ്പെട്ട് നോക്കുന്നവൻ കയറി വരുമോ? ഇവൻ കയറി വരുമോ? ഒരൊറ്റ ഭരണാധികാരി ഇവർക്കെതിരായി ഒന്നും പറയുന്നില്ല. ആറ്റം ബോംബ് കയ്യിലുള്ള അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ സോവിയറ്റ് റഷ്യയോ മിണ്ടുന്നില്ല. ഈ ആർമി ഇങ്ങനെ കയറി വരുന്നതിന്റെ അർത്ഥം എന്തേ? അവർ കൊല്ലുന്നത് ആരെ? ക്രിസ്ത്യാനികളെ. എന്ത് വിളിച്ചു പറയുന്നു? അവന്റെ മിലിറ്ററിയുടെ ആരംഭമായി. അവന്റെ മിലിറ്ററി ഇവിടെ വരുന്നതിന് മുമ്പ് സ്വർഗീയ സൈന്യമാകുന്ന നിങ്ങളും ഞാനും ഇവിടുന്ന് മാറാൻ പോകുക. എതിർ ക്രിസ്തു വരുന്നത് എവിടുന്നാന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. അവനൊരു യഹൂദ ജീനായിരിക്കും. അത് നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. 2, അവൻ സിറിയയിൽ നിന്നും വരണം. എവിടം വരെയായി? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ എടുക്കണമെന്ന് വായിക്കാൻ സമയമില്ല. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണാം, 10 കൊമ്പുകൾക്കിടയിൽ എതിർ ക്രിസ്തു വരും. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പുകൾ. അതാണ് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. 12 രാജ്യം. 10ൽ 10 ഉള്ളൂ. ഫ്രാൻസും ജർമ്മനിയും ഒറ്റ പേരിൽ അറിയപ്പെടും.
യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി, ഒറ്റ പേരാ ESCC. ബ്രിട്ടൻ ഒരു പേരുണ്ട്, ഭാഷമാരുടെ ഭാഷ പറഞ്ഞാൽ മനസ്സിലാക്കും. പിന്മാറ്റക്കാരൻ, ഒരു മീറ്റിംഗിലും പോകത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ മാസം അവിടെ ഉണ്ടായിരുന്നു, യൂറോ അവൻ എടുക്കത്തില്ല. അങ്ങനെ 10 രാജ്യം, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. പേര് കേട്ടോ? ഇന്ത്യ ഉണ്ടോ? യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് ഉണ്ടോ? ഇല്ല. അമേരിക്ക ഉണ്ടോ? ഈ അല്പ പണമുള്ള ഗൾഫുകാരുണ്ടോ? ഇല്ല. ചൈന ഇല്ല, കൊറിയ ഇല്ല, ബിസിനസ്സുകാരാ. ജപ്പാനില്ല. ഇതാരാ? സഹോദരിമാരുടെ ഭാഷ അച്ചിങ്ങ പയർ പോലുള്ള 10 വലിയ ജീവനൊന്നുമില്ല. എന്താണെന്നറിയാമോ? കൃത്യം അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരം, നിയമം, വിവാഹ രീതി, ഭക്ഷണ രീതി, ഗൃഹനിർമ്മാണം, വസ്ത്രധാരണം, അതിന്റെ കണ്ടിന്യൂറ്റി. 7-ാം അധ്യായത്തിൽ ദൂരെ നിന്നൊരു വ്യൂ കൊടുത്തേച്ച് പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിനിടയിൽ നിന്ന് വരും എതിർ ക്രിസ്തു. 8-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ ക്ലോസപ്പ് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, കുറിച്ച് വെച്ചിട്ട് വീട്ടിൽ പോയി വായിക്കണം. 20-ാം അധ്യായത്തിൽ മുതൽ കാണാം. അതായത് പേർഷ്യൻ രാജാവും ഗ്രീക്ക് രാജാവിനെയും കാണിക്കുന്നു. ഇതിനിടയിൽ നിന്നും വരും എന്നിട്ട് പറയുന്നു, ഗ്രീക്ക് രാജാവിന്റെ ഇടയിൽ നിന്നും വരും, 4 പിരിഞ്ഞ രാജ്യത്തിൽ നിന്നും വരുമെന്ന്. അലക്സാണ്ടർക്ക് ശേഷം രാജ്യം 4. അദ്ദേഹത്തിന് മക്കളിലെ ഭാര്യ ഗർഭിണിയാണ് അദ്ദേഹം മരിക്കുമ്പോൾ. അതുകൊണ്ടാണ് 4 കമാൻഡേഴ്സ് രാജ്യം വീതിച്ചെടുത്തു. സീനിയർ കമാൻഡർ ലെസിമക്കീസ് പടിഞ്ഞാറൻ ഭാഗം എടുത്തു. കണ്ണായ ഭാഗം മാസഡോണിയ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ക്യാപ്റ്റൻ ക്രിസാണ്ടർ എടുത്തു. സിറിയ ട്രോളമി എടുത്തു. ഈജിപ്റ്റ് സെലൂക്കസ് എടുത്തു. ഇതിൽ ഒരിടത്തുനിന്നും വരും എതിർ ക്രിസ്തു. 11-ാം അധ്യായത്തിൽ പറയുന്നു, വടക്കേ രാജ്യം, തെക്കേ രാജ്യം. ഏതാണെന്നറിയാമോ? പലസ്തീന്റെ വടക്കുള്ള രാജ്യം സിറിയ, തെക്കുള്ള രാജ്യം ഈജിപ്റ്റ്. ആദ്യം പറഞ്ഞ 4 രാജ്യം, സിറിയ, ഈജിപ്റ്റ്, മാസഡോണിയ, ലിബിയ. അതിൽ 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ മറ്റത് 2 കുട്ടികളെ കസറ കളിക്കുമ്പോൾ ബാക്കിയെല്ലാം മാറ്റിയില്ല. അതുപോലെ മാറ്റി, ഏതിനെയെല്ലാം മാറ്റി, ലിബിയയെ മാറ്റി, മാസഡോണിയയെ മാറ്റി. പറഞ്ഞു, വടക്കേ രാജ്യം പലസ്തീൻ വടക്കുള്ള സിറിയ, തെക്കേ രാജ്യം ഈജിപ്റ്റ്. ഇതിൽ നിന്ന് ഒരിടത്തുനിന്ന് വരും. 29-ാമത്തെ വാക്യത്തിൽ ക്ലിയർ കട്ട് വായിച്ച് അവൻ എവിടെ നിന്ന് വരും. അവൻ എവിടെ നിന്ന് വരും? 19-11-29. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും. അപ്പൊ അവൻ വടക്ക് നിന്ന് വരും. He will come from North Syria. അടുത്തതാണ് ഏറ്റവും കാതലായ മർമ്മം. 40-ാം വാക്യത്തിൽ പറയുന്നു, സിറിയയിൽ നിന്നും അവൻ എതിരുണ്ടാകും. അവൻ സിറിയയിൽ നിന്നും വരും. ശ്രദ്ധിച്ചോണേ, സിറിയയിൽ നിന്നും അവൻ എതിരുണ്ടാകും. വടക്കേ രാജ്യം അവനോട് എതിർക്കും. ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി എന്തേ? സിറിയ ഭരിക്കുന്ന അൽ-അസാദിന് 40% ആളുകളുടെ സപ്പോർട്ടേ ഉള്ളൂ. 60% ആളുകൾ മറുഭാഗം. അവൻ സിറിയയിൽ നിന്ന് വരും. 40-ാം വാക്യത്തിൽ സിറിയയിൽ നിന്നും ശക്തമായ എതിര് വരും. അൽ-അസാദ് എന്ന് പറഞ്ഞ ഭർത്താവിന് 40% ആളുകൾ, മറുഭാഗത്ത് 60%. സുരക്ഷിതത്വം കൊടുക്കാൻ ഒക്കുന്നില്ല. കഴിഞ്ഞതിന്റെ തലേ വർഷം ആകമാന യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിക്കീസ് ബാബ അന്തരിച്ചു. ആ ഡെഡ് ബോഡി കൊണ്ട് വെച്ചത് എവിടാന്നറിയാമോ? സിറിയയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും കൊണ്ട് ലെബനോനിൽ കൊണ്ടുവച്ചു. അവിടെ വെച്ചായിരുന്നു പ്രധാന ശുശ്രൂഷകളെല്ലാം. കാരണം ലോകരാഷ്ട്ര തലവന്മാരും ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും സിറിയയിൽ ചെന്നാൽ അൽ-അസാദ് പറഞ്ഞു, ഞങ്ങൾക്ക് ത്രാണിയില്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. 1400 അത് പറയാം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബോഡി കൊണ്ട് വെച്ചു ലെബനോനിൽ. ഒടുവിൽ അന്ത്യശുശ്രൂഷ വന്നപ്പോൾ അത് ഡെമസ്കോസിൽ അന്ത്യോക്യയിൽ കൊണ്ട് വെക്കണം. അവിടെയാണ് അവരുടെ സ്ഥലം. അന്ത്യോക്യയിൽ വേണം ശവം അടക്കാൻ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മെത്രാച്ചന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അൽ-അസാദും ഗവൺമെന്റും പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ത്രാണിയില്ല. ഒരു ഗവൺമെന്റും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും ദയവായി ഇവിടുന്ന് പ്രാർത്ഥന കഴിച്ചു പോ. പിന്നെ ഞങ്ങളാൽ ചെയ്യാവുന്നത്, ഏറ്റവും കൂടുതൽ ബിഷോപ്പന്മാർ ചെന്നത് കേരളത്തിൽ നിന്നാണ്. 23 ബിഷോപ്പന്മാർ കേരളത്തിൽ നിന്ന് ചെന്നു. അതിനെ ആദരിച്ച് ഒരു മെത്രാസിനെ കൊണ്ടുപോകാം, എങ്ങനെയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാം. അന്ത്യോക്യയിൽ അവിടെ വെച്ച് ശവസംസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ നടത്തിയ രാജ്യം ഭീതിയിൽ നിൽക്കുമ്പോൾ ആരെന്നറിയാൻ മേല. 2-ാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ പ്രയോഗിച്ച ഹീനമായ മാർഗം സരിൻ എന്ന വാതകം അടിച്ച് 1420 പേർ 2 മിനിറ്റിനകം മരിച്ചു. ശ്രദ്ധിച്ച് കേട്ടോണം.
ലോകം ഒരു യുദ്ധത്തിന്റെ വക്കിൽ വന്നു. 2013 അമേരിക്കയുടെ മിസൈലിനകത്ത് പച്ച ലൈറ്റ് തെളിഞ്ഞു. ഒമാമ പറഞ്ഞ് അടിച്ചേക്കാൻ 1420 പേര് 5 മിനിറ്റിനാണ് ചത്തു തീർന്നത്. ഉടൻ സോവിയറ്റ് റഷ്യയുടെ ആറ്റം യുദ്ധത്തിന് തയ്യാറായ കപ്പലുകൾ ഉക്രൈൻ ഭാഗത്തു നിന്നും കരിങ്കടൽ വഴി നീങ്ങാൻ തുടങ്ങി. മിനിറ്റിനകൾക്കകം ഒരു ലോകയുദ്ധം വരാൻ പോകുന്നു. സ്വർഗം നോക്കിയപ്പം സ്വർഗത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്ന് ഈ ഭൂമിയിൽ ഇരിപ്പുണ്ട്. ഏതാ ഏതാ ഇവിടുത്തെ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് ഏതാ? ഒന്ന് ഉറക്കെ പറ. എല്ലാ സഭയൊന്നുമല്ല, വചനപ്രകാരമുള്ള സഭ. സഭയെന്ന് പറഞ്ഞ് കള്ളു പഠിച്ച് ഭാര്യയും തല്ലി അത് ആ പണിയും കാണിച്ച് ഈ പണിയും കാണിച്ച് അതൊന്നും സഭയല്ല, വചനപ്രകാരം നിൽക്കുന്ന സഭ. സഭ ഇവിടെ ഉണ്ട്. ആറ്റമടിച്ച് ചത്താ പിന്നെ ആരെ ചേർക്കാനാ കർത്താവ് വരുന്നത്? ഞാനും നിങ്ങളും റേഡിയേഷൻ ഇവിടെ ചത്ത് കിടന്നാല് ആരെ ചേർക്കാനാ കർത്താവ് വരുന്നേ? ദൈവം കയ്യിലെടുത്തു ഇന്ത്യയെ. ഇതൊന്നും ആരും നോട്ട് ചെയ്തില്ല. യുദ്ധം മുറുകാൻ പോവുക. അമേരിക്കയുടെ മിസൈൽ അനങ്ങാൻ തുടങ്ങി. റഷ്യൻ കപ്പല് പുട്ടിന് അയച്ചു. ഉച്ചകോടി സോവിയറ്റ് മോസ്കോയിൽ എല്ലാ രാഷ്ട്രത്തലവന്മാരും വന്നു. അവർ പറഞ്ഞു ചർച്ച മാറ്റിവെക്കാം, ഇത് നമുക്ക് ഇതൊന്ന് ചിന്തിക്കണം. 1420 പേരുടെ ശവം കിടക്കുന്ന അപ്പുറത്തെ ഈ കൊള്ളരുതായി കാണിച്ചവരെ തകർക്കണം. എല്ലാരും പറഞ്ഞു ഇപ്പൊ അടിക്കണം യുദ്ധം. ദൈവം കരങ്ങളിലെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എഴുന്നേറ്റു. അഭിമാനത്തോടെ ഞാൻ പറയുന്നത്. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്തു പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പകരമടിക്കണം ഞങ്ങളും കൊണ്ട് പുറകിൽ. പക്ഷെങ്കിൽ പരോക്ഷമായി അമേരിക്ക നോക്കി പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ കയ്യൂക്കി ചെയ്യണ്ട, യുണൈറ്റഡ് നേഷൻസ് പറ ഞങ്ങൾ ഫ്രണ്ടിൽ വരാം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, അവരുടെ പല്ല് പോയിരിക്കുക. അവരുടെ പല്ലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേദനയാ, ചവയ്ക്കാൻ മേലെന്ന് പറഞ്ഞു. ഞാൻ അലക്കാര ഭാഷ പറഞ്ഞതാ. യുണൈറ്റഡ് നേഷൻസ് ഫ്രണ്ടിൽ വന്നാൽ അടിക്കാം. അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയല്ല, എന്നാ തൽക്കാലം ഒന്ന് മാറ്റിയേക്കാൻ പറഞ്ഞു. അവിടെ നിർത്തിയെങ്കിലും നിന്നിട്ടില്ല ദൈവമക്കളെ. ഞാനും നിങ്ങളും നിമിത്തം മാത്രമാണ്. അവൻ അവിടെ നിന്നും വരും. അവന്റെ ആർമിയുടെ ആരംഭം നിങ്ങൾ കണ്ടോ? ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് എന്ന് പേരേ ഉള്ളൂ. അതൊക്കെ പേരിട്ടിരിക്കുന്നതാ. സംഗതി അവന്റെ ആർമി. അതിന്റെ ഏറ്റവും നല്ല ലക്ഷണമാ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഫ്ലോ ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നു. ഒരു അഡ്മിനിസ്ട്രേഷനും ഇല്ല. 2, ക്രൈസ്തവർക്കെതിരെ മാത്രം. 3, ഒരു ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന നാളെ ഉറക്കം വരുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ഇതിനകത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവാർഡ് കൊടുക്കണം. കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ആണ്ട് മാസമൊക്കെ നിങ്ങൾ കേട്ടോണം. കർത്താവിന്റെ വരവ് 10 ആയി. കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ ഇസ്രയേലിനെ സോവിയറ്റ് റഷ്യ ആക്രമിക്കും. എങ്ങനെ വരും? യെഹെസ്കേൽ 38:7 വേഗം വായിക്കണം. 2600 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതാ. അത് കാൽക്കുലേഷൻ പഠിക്കുമ്പോൾ കാണാം. ഈ ഇരിക്കുന്ന മകളെ, സഹോദര, കുഞ്ഞെ, സഹോദര, ഞാനും നീ രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന യുദ്ധം കേട്ടോ, വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ ഒരുങ്ങി. അടുത്ത വാക്യം. നീ അവർക്ക് മേധാവിയായിരിക്കും. നീ ആരാ? സോവിയറ്റ് റഷ്യ, ഗോഗ് മാഗോഗ്. അതാ 38 കാണാം. നീ അവർക്ക് മേധാവി. അടുത്തത് കേട്ടോണം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. അടുത്തത് വാളിന് ഒഴിഞ്ഞു പോകുന്നതും. ഇതുപോലെ പ്രവചനം നിവർത്തിച്ചത് കണ്ട തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് മേലോട്ട് ചാടിയാ കൊള്ളാവുന്നുണ്ട്. വായിച്ചേ, അടുത്ത വായിക്കുന്നു. വായിച്ചേ. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. അത് നിന്റെ ഒടുക്കം. കേട്ടോണം. അടുത്ത വാക്യം. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. അടുത്ത വാക്യം. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ എങ്ങനെ വരും? നീ മഴക്കോൾ പോലെ കയറി വരും. നീ വാക്യം കേട്ടോണം. നീ മഴക്കോൾ പോലെ വരും. മഴക്കോൾ വരുന്ന എതിലിയാ? പറ, എവിടുന്ന് വരും മഴക്കോൾ? നോക്കിച്ച് വരുന്നില്ലേ? പൊന്നമേ തുണിയെല്ലാം ഇടറി വരുന്ന മഴ. താഴോട്ട് നോക്കിച്ചല്ല പറയുന്നത്, എങ്ങോട്ട് നോക്കിയാ? യെസ്, മഴക്കോൾ പോലെ. എവിടുന്ന് വരണം? വടക്ക് നിന്നും വരണം. പലസ്തീന്റെ വടക്ക് സിറിയ, സിറിയക്കപ്പുറത്ത് ടർക്കി, അത് കഴിഞ്ഞാൽ കരിക്കടൽ, ബ്ലാക്ക് സീ. അപ്പോൾ നീ അവിടുന്ന് വരും. 2700 വർഷം മുമ്പ് ഇടുന്നു.
കഴിഞ്ഞ സെപ്റ്റംബർ 14 രക്തചന്ദ്രൻ എന്നതിന്റെ തലേ ദിവസം റഷ്യൻ ഭരണാധികാരി പുടിൻ പറഞ്ഞു 2014 2020 ഇടയ്ക്ക് ഞങ്ങൾ കരിങ്കടൽ മുഴുവൻ പുതിയ 80 ആറ്റം വെസലുകൾ ക്യാരി ചെയ്യുന്ന പ്ലെയിൻ വഹിക്കുന്ന 80 പുതിയ കപ്പലുകൾ കൂടി നിർമ്മിച്ച് നിലവിലുള്ള കപ്പലുകൾ കൂടെ ചേർത്ത് 2020 ജാനുവരി 1 പിറക്കുമ്പോൾ ഞങ്ങൾ കരിങ്കടൽ മുഴുവൻ ഞങ്ങളുടെ യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിറച്ചു വെക്കും. വചനം കേട്ടോ? 2600 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മഴക്കോൾ പോലെ വരും. മഴക്കോൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കൂടി പ്ലെയിൻ അല്ലെങ്കിൽ മിസൈൽ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. എങ്കിൽ ഇന്ന് രാത്രിയിലും അവന്റെ കരിങ്കടൽ, ഉക്രൈന്റെ തെക്കുവശത്ത് കിടക്കുന്ന കരിങ്കടൽ അവർ എക്വിപ്പ് ചെയ്ത് നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെ? ഇസ്രായേലിനെ ആക്രമിക്കാൻ. 2020 വർഷം വരെ പറഞ്ഞു കഴിഞ്ഞു 2020 ഞങ്ങൾ റെഡിയാകും എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയൻ ആകാശ മേഘത്തിൽ അതിനു മുമ്പ് വന്ന് തന്റെ പ്രിയപ്പെട്ടതിനെ എടുക്കും. തീർന്നില്ല. അവർക്ക് വഴി എങ്ങനെ? ഇനി കാലാൾപ്പട നടന്നു വരുന്ന പട്ടാളം എങ്ങനെ കയറും? 2000 വർഷം മുമ്പ് പറഞ്ഞു. വായിക്കാം വെളിപ്പാട് പുസ്തകം 16:12 വായിക്കാം. വെളിപ്പാട് 16:12. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി. ഇറാഖിൽ നിന്ന് ആരംഭിച്ച് സിറിയ വഴി ഒഴുകി ഒടുവിൽ ടർക്കിയിൽ ചെന്ന് കടലിൽ പതിക്കുന്ന വലിയ നദി. ഏദൻ തോട്ടം നിർമ്മിച്ച ടൈഗ്രീസ് ഒഴുകിച്ചെന്ന് യൂഫ്രട്ടീസിൽ ചേർന്ന് ഇറാഖിൽ, അവിടുന്ന് ഇറാഖ് വഴി ഒഴുകി ഒടുവിൽ സിറിയ വഴി ടർക്കിയിൽ ചെന്ന് കടലിൽ വീഴുന്ന മഹാനദി. ആ നദിയിലെ വെള്ളം വറ്റുമോ? ഹല്ലേലൂയ! വറ്റിക്കണമോ? ഇതാ ഒരു ഡാം ടർക്കി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഡാമിന്റെ പേരാണ് അറ്റാറ്റാർക്ക് ഡാം. ആ ഡാം കഴിഞ്ഞ മാസത്തിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അവർ പറഞ്ഞത് കേൾക്കണമോ? അതിന്റെ ഷട്ടർ 4 അടി പൊക്കിയാൽ 72 മണിക്കൂർ കൊണ്ട് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റി ആളുകൾക്ക് നടന്നിക്കര കയറാം. 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പട്ടാളം നടന്ന് യൂഫ്രട്ടീസ് നദി വഴി ഇസ്രായേലിനെ ആക്രമിക്കാൻ കയറും എന്ന് പറഞ്ഞെങ്കിൽ അറ്റാറ്റാക്ക് ഡാം കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കി കിട്ടും. അതെ, ആ ഡാമിന്റെ ഷട്ടർ പൊക്കിയാൽ നദി വറ്റും. ഒത്തിരി കാര്യമുണ്ട്, പക്ഷേ സമയം ഒത്തിരി പോയി. നിങ്ങളോട് നീതി പുലർത്തണം, നാളെ ജോലിക്ക് വരാനുള്ള അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. 10-14 കാര്യം പറയാൻ വന്നതാ. കേരളവുമായിട്ട് ബന്ധപ്പെടാത്ത ആരും ഇവിടെ ഇല്ലല്ലോ. ഒരു സംഭവം നടന്നു. കേരളത്തിൽ മാത്രമല്ല, ആഫ്രിക്ക, അമേരിക്ക, തെക്കൻ അമേരിക്ക, ചൈന എല്ലാം കേരളത്തിലെ ശരിക്ക് പാത്രം വന്നു. തീമഴ. ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് കൈപൊക്കിക്ക്. ഉണ്ട്. ഗുഡ്. തീമഴ. എറണാകുളത്ത് 1/2 ഏക്കർ കണ്ടം കത്തിപ്പോയി. തീരപ്രദേശങ്ങളിലെ മുഴുവൻ മരങ്ങളും പല സ്ഥലങ്ങളിൽ കരിഞ്ഞു നിന്നു. തീമഴ. ഞാൻ കേട്ടായിരുന്നു, TV കാണിച്ചതാണല്ലോ. കത്തിക്കിടക്കുന്നു അമേരിക്കയിൽ. എന്തുകൊണ്ട്? കർത്താവിന്റെ വരവിന് ശേഷം 4 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പരിപാടിയുടെ റിഹേഴ്സൽ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം സയൻസ് കണ്ടുപിടിച്ചു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം. ഇനി ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. 10:30-പ്പുറമൊക്കെ നിങ്ങളെ ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മോശം. വായിച്ചോ. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. തീ കൊണ്ടന്ന് ജീവിക്കുന്നവനെ ചുടുമെങ്കിൽ ആകാശം 5 തട്ട്. ട്രോപ്പോസ്ഫിയർ അറിയാവുന്നവർ സഹകരിച്ച്. സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. ആകാശത്തെ 5-ാമത്തെ തട്ട്, അങ്ങേയറ്റത്തിന്റെ പേര് അയണോസ്ഫിയർ. അവിടെ ഒരു സംഭവം നടക്കുന്നു. ഇലക്ട്രോണുകൾ ഭാഗികമായി നഷ്ടപ്പെട്ട അയണുകൾ അവിടെ പ്ലാസ്മാവസ്ഥയിൽ. വാക്കുകൾ കേട്ട ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്, തെറ്റിക്കരുത്, കേട്ടോണം. അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അവിടെ നിന്നും പ്രത്യേക വോൾട്ടേജിൽ കാന്തിക തരംഗങ്ങളും വൈദ്യുത തരംഗങ്ങളും ഭൂമിയിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഭൂമിയുടെ അടിയിൽ 6000 ഡിഗ്രിയിൽ വൈദ്യുത ചാർജുള്ള ദ്രാവകം തിളച്ചു മറിയുന്ന അടിയിൽ
അങ്ങനെ വൈദ്യുതി ചാർജുള്ള ദ്രാവകം തിളച്ചു വരുമ്പോൾ ഭൂമിയുടെ അടിയിൽ ഒരു സാധനം ഉണ്ടാകും. അതിന്റെ പേരാണ് ജിയോ മാഗ്നറ്റിസം. അത് വെളിയിലോട്ട് വരുമ്പോൾ ഈ വരുന്ന സാധനത്തിനെ വലിച്ചു പിടിച്ചു നിർത്തുന്നു. അവിടുന്ന് വരുന്ന വൈദ്യുത തരംഗങ്ങൾ, കാന്ത തരംഗങ്ങളും വളഞ്ഞിങ്ങനെ വരുമ്പോൾ താഴെ നിന്നും ഉണ്ടാകുന്ന ജിയോ മാഗ്നറ്റിസം ഇതിനെ വലിച്ചു പിടിച്ചു നിർത്തുമ്പോൾ 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് കത്തുന്ന സൂര്യന്റെ അതിശക്തമായ ചൂട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന്റെ പേരാണ് സോളാർ ഫ്ലയർ. അതിവിടെ വന്നാൽ കത്തിക്കരിഞ്ഞ് മനുഷ്യൻ ചാമ്പലാകും. അത് വരാതിരിക്കാൻ ഈ വരുന്ന സാധനത്തെ, ഈ അടിയിലത്തെ ജിയോ മാഗ്നറ്റിസം പിടിച്ചു വലിക്കുന്നതിന് കൊടുത്തിരിക്കുന്ന പേരാണ് മാഗ്നറ്റോസ്ഫിയർ. തമ്പുരാന്റെ കരുതല്. ആ മാഗ്നറ്റോസ്ഫിയർ ഇങ്ങനെ നോണ്ടോണ്ട് അവിടുത്തെ അതിരൂക്ഷമായ ചൂട് വരുന്നുണ്ടെങ്കിലും നമ്മളത് അറിയുന്നില്ല. അത് തെറിച്ച് പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. ശാസ്ത്രം ഭയത്തോടെ പറയുന്നു. കാരണം എന്താണെന്നറിയാമേല, കഴിഞ്ഞ 150 വർഷം കൊണ്ട് ഭൂമിയുടെ അടിയിലത്തെ ജിയോ മാഗ്നറ്റിസിന്റെ തീവ്രത 15% കുറഞ്ഞു. ഇനി ഒരു 10% കൂടി കുറഞ്ഞാൽ, ജിയോ മാഗ്നറ്റിസത്തിന്റെ തീവ്രത കുറഞ്ഞാൽ ഈ പറയുന്ന മാഗ്നറ്റോസ്ഫിയർ കാണത്തില്ല. സൂര്യന്റെ ഭയങ്കരമായ ആ രൗദ്ര വിഷം ഡയറക്റ്റ് ആയിട്ട് അടിച്ചിട്ട് മനുഷ്യനെ ചുട്ടുകരിക്കും. അത് നശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇവിടെയുമെല്ലാം തീ കത്തുന്നത്. മാഗ്നറ്റോസ്ഫിയർ നശിക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം ഈ ഭൂമി ചുട്ടു കത്തിക്കും എന്റെ ദൈവം. അതിനു മുമ്പ് തന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതിനെ മേലോട്ട് കൊണ്ടുപോകും. 2 കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാമോ? ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ. കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഒരാരും ഇല്ല. ഒറ്റ വ്യക്തിയുള്ളൂ ഞാൻ, വേറെ ആരുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ 4ാം തലമുറ, 4th ജനറേഷനാണ് നിങ്ങളുടെ എല്ലാം കമ്പ്യൂട്ടർ. മൈക്രോ പ്രോസസർ വന്നപ്പോൾ 4ാം തലമുറ. സയൻസ് പറയുന്നു, വാക്യത്തിന്റെ നിർത്തി കേട്ടോണം, 2025 കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ തലമുറ പബ്ലിക്കിന് തരും. സകല സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ 5ാം തലമുറ കമ്പ്യൂട്ടർ കിട്ടും. ആ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഓമനപ്പേര്. നമ്മൾ വിളിക്കത്തില്ലേ മോളെ, ചക്കരക്കുട്ടി, അതിനെ മേലെ കരിക്കുട്ടി ഒന്നും ഇരിപ്പില്ല, ആ ഓമൻ അല്ലേ, അതിന്റെ പേരാണ് ബ്ലൂ ബ്രെയിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എത്രാമത്തെ തലമുറയാ? അന്ന് 4.5 ഇപ്പൊ ഇറങ്ങി യൂറോപ്പിൽ. 4.5 തലമുറ ഇറങ്ങി. അതിന്റെ പേര് കേൾക്കണോ? ഇമോഷണൽ റോബോട്ട് വിത്ത് ഇന്റലിജൻസ് നെറ്റ്വർക്ക്, ഇർവിങ്, ഓമനപ്പേര്. ആ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത, അത് വീട്ടിൽ വെച്ചാൽ വീട്ടുകാരത്തി വരുമ്പോൾ നോക്കി ചിരിക്കും. ആ കമ്പ്യൂട്ടർ നമ്മുടെ കയ്യെ തൊടും. സ്വിച്ച് ഓൺ ചെയ്താൽ നേരെ വന്ന് ഉമ്മ തരും. 4.5 തലമുറ വന്നു കഴിഞ്ഞു. അതിന്റെ പേരാ മോനെ ഇർവിങ്, ഇമോഷണൽ റോബോട്ട് വിത്ത് ഇന്റലിജൻസ് നെറ്റ്വർക്ക്. പബ്ലിക്ക് കൊടുത്തിട്ടില്ല, സംഗതി ഉണ്ട്. 5ാമത്തെ തലമുറയുടെ പ്രത്യേകത കേട്ടോണം, ആ കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ജീവനില്ല. നിങ്ങൾ ഇടുന്ന ഡാറ്റ ഇങ്ങോട്ട് തരത്തേ ഉള്ളൂ. അതിനകത്തെ ആർഗോ തരംഗങ്ങൾ വെച്ചുകൊണ്ട് അതിനകത്തെ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങോട്ട് തരുന്നല്ലാതെ സ്വയമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ആണ്ടവർ പറഞ്ഞു കഴിഞ്ഞു, 2025 തരുന്ന കമ്പ്യൂട്ടർ സ്വയമായി ചിന്തിച്ച്, സ്വയമായി തീരുമാനിച്ച്, സ്വയമായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്പ്യൂട്ടർ. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ചോദിക്കും, എന്നാ ആന്റി താമസിച്ചു പോയത്? ഗ്രഹനാഥൻ പോയി ഇരിക്കും, ചോദിക്കും, ചാക്കോച്ചോ ഷേവ് ചെയ്തില്ലല്ലേ? വരുന്നു. അപ്പോൾ 2025 സയൻസ് പറയുമ്പോൾ വേദപുസ്തകം 2000 വർഷം മുമ്പ് പറഞ്ഞു, വെളിപ്പാട് 13:14, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ, വായിച്ചേ, വെളിപ്പാട് 13:14. ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത്, സ്ലൈറ്റ് പോലും ഇല്ലാത്ത കാലത്ത് അത് എഴുതിയത്. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും
കൊല്ലിക്കേണ്ടതിനെ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ ഫലം ലഭിച്ചു. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞു. കേട്ടോണോ? ഒന്ന്, അന്നത്തെ മൃഗത്തിന്റെ പ്രതിമയല്ല, ജീവിക്കുന്ന കമ്പ്യൂട്ടർ അത് സംസാരിക്കും. അന്ന് കമ്പ്യൂട്ടർ നോക്കിക്കേ, മൊബൈൽ ഫോൺ വരെ കൈ വന്നിട്ടില്ലേ, പടം വരുന്നില്ലേ, സകല സുനായും എന്റെ അതിലെടുത്ത് സാധാരണയാ എല്ലാ സുനായും ഞെക്കിയ മുഴുവൻ പടവും കാണാൻ മേലെ. അന്നത്തെ കമ്പ്യൂട്ടർ മൊബൈൽ ഞെക്കുമ്പോൾ ഇവന്റെ പടം വരും. ഇവൻ കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെടും, ഐഫോണിൽ അവൻ പ്രത്യക്ഷപ്പെടും. സിസ്റ്റം കണ്ടോ, വളർന്ന കണ്ടോ? ഐഫോണിൽ പ്രത്യക്ഷപ്പെടും. അതാണ്, അത് സംസാരിക്കും. ജ്ഞാനസമ്പൂർണൻ അവൻ സംസാരിക്കും. നിയമം വരും. അവന്റെ രൂപം കണ്ട ഉടനെ എന്ത് ചെയ്യണം? നമസ്കരിച്ചോണം, ഇല്ലെങ്കിൽ കൊല്ലണം. അല്ലാത്തവരെ എന്ത് ചെയ്യണം? കൊല്ലിക്കും. എങ്ങനെ? ഒരു പോലീസുകാരനും വരണ്ട. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വലിയ പ്രത്യേകതയാ. യൂറോപ്യൻ യൂണിയന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേരാ യൂറോപോൾ. യൂറോപ്യൻ യൂണിയൻ രഹസ്യാന്വേഷണം നടത്തുന്ന ഒരു പ്രത്യേക വിങ്ങുണ്ട് ലോകം മുഴുവൻ. അതിന്റെ പേരാണ് യൂറോപോൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു മുന്നറിയിപ്പ് തന്നു. കേട്ടോണം, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നിങ്ങളാരും ഇവിടെ കാണത്തില്ല. സ്വോത്രം. ആരെങ്കിലും അന്ന് ജീവിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചു. അവർ തന്ന മുന്നറിയിപ്പ് 2017, ഇത് 2015 തീരാൻ പോവുക. 2017 ആദ്യത്തെ ഇന്റർനെറ്റ് മർഡർ നടക്കും പറഞ്ഞു കഴിഞ്ഞു. 2017 മുതൽ സൂക്ഷിച്ചോണം ഇന്റർനെറ്റ് കൊലപാതകം. എങ്ങനെ? കമ്പ്യൂട്ടറിലോട്ടും ഐഫോണിലോട്ടും ഹാക്കേഴ്സിനെ കയറ്റിവിടാം. ഹാക്കേഴ്സിനെ കയറ്റിവിട്ട് കഴിയുമ്പോൾ ഞെക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും, ആള് മരിക്കും. തോക്കും വേണ്ട, ബുള്ളറ്റും വേണ്ട, ഒരു കത്തിയും വേണ്ട, കടാരിയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്റർനെറ്റ് കൊലപാതകം 2017 നടക്കുമെന്ന് കഴിഞ്ഞ വർഷം യൂറോപ്പോൾ പറഞ്ഞെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു അന്നത്തെ കമ്പ്യൂട്ടർ സംസാരിക്കും. അവന്റെ പ്രതിമ, എതിർ ക്രിസ്തുവിന്റെ പ്രതിമ കമ്പ്യൂട്ടറിലും മൊബൈലും വരുമ്പോൾ അവനെ വീണ് നമസ്കരിക്കാൻ ഓർഡർ വരും. ഇല്ലെങ്കിൽ ഹാക്കേഴ്സിനെ അയക്കും. അന്നേരെ പൊട്ടിത്തെറിച്ചാള് മരിക്കും. എന്നാൽ ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ എവിടാന്നറിയാമോ? മരണമില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, രോഗമില്ലാത്ത ഒരു നിത്യ വീട്ടിൽ. ഒന്ന് കണ്ണടച്ചേ ദൈവമക്കളെ. ഇനിയുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയത്തിനോട് നമുക്ക് നീതി പുലർത്തണം. എങ്കിലും ഇതിക്കുള്ളൊരു തെളിവ് വേണോ? 2025 ബ്ലൂ ലൈൻ വരും. 2017 ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. എതിർ ക്രിസ്തുവിന്റെ ആർമിയുടെ ആരംഭം ആയിക്കഴിഞ്ഞു. ക്രൈസ്തവ സഭ ലോകത്തിന്റെ ശക്തി കൂടാതെ ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകണം. ഈ തെളിവുകളുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. എല്ലാവരും കണ്ണടച്ച്. ഐ വിൽ ക്ലോസ് വിത്തിൻ 5 minutes. അതിനുശേഷം ഈ 4 ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് 5 മിനിറ്റ് ഒരു പാട്ട് പാടി നമുക്ക് ആരാധിക്കണം. എന്നാൽ 5 മിനിറ്റ് സമർപ്പിക്കാം. ഈ അപകടത്തിന് മുമ്പിൽ നിങ്ങൾ എവിടെയായിരിക്കും? ഞാൻ എവിടെയായിരിക്കും? ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമല്ല. ശവപ്പെട്ടി വേണ്ടാത്ത തലമുറ ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാ. ഇതിനു മുമ്പ് ദൈവം നടത്തിയെടുക്കും. തൻ്റെ പ്രിയപ്പെട്ടതിനെ ഒഴിച്ചു മാറ്റും. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു. അപകടം. എല്ലാ ഗവൺമെന്റുകളും ചെറിയൊരു ISISന്റെ മുമ്പിൽ അറച്ചു നിൽക്കുന്നു. ക്രിസ്ത്യാനിയെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൽ ഒരു കുഴലുമില്ല, വേണ്ട. അപ്പോൾ സംഭവങ്ങൾ നോക്കിക്കുക. മാഗ്നറ്റോസ്ഫിയർ കൂമ്പുകുത്തുവെന്ന് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ അടയാളം ഇനിയുണ്ട് കേട്ടോ. ചെറുപ്പക്കാരെ പിള്ളേരെ അടിച്ചു നോക്കണം. കാസർഗോഡ് ഞാനുണ്ട്, ഒരു സംഭവം കൂടെ പറയാം. ഞായറാഴ്ച ഭയങ്കര തീവുള്ളെന്ന് ചൂടാ. കാസർഗോഡ് കൺവെൻഷന് പോയതാ. ഒരു അസംബ്ലി സഭ കൊണ്ട് കൺവെൻഷന് പോകാൻ ഡ്രസ് ചെയ്ത് നിൽക്കുക. കാറ് വരും കൊണ്ടുപോകാൻ. അപ്പോൾ പത്രം മാതൊക്കെ കിടക്കുന്നുണ്ട്. മനോരമ എടുത്തു നോക്കിയോ, ഫ്രണ്ട് പേജിൽ ഭയങ്കര പടം. 40 മീറ്റർ പാമ്പ് പറന്നു. 40 മീറ്ററാണ് പാമ്പ് പറന്നത്. പാമ്പിന്റെ പടം അതിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അന്നില്ലാത്ത ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. ഈ ജനൽ തുറന്നിട്ട് ഉറങ്ങി, ഇത് സൂത്രം കയറി വന്നാലോ. എൻ്റെ തൊട്ടടുത്തായിരുന്നു. അവിടുന്ന് ഗവൺമെന്റ് ഓഫീസേഴ്സ് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, കാലാവസ്ഥ മാറിയാൽ പാമ്പുകൾക്ക് ജനറ്റിക് ചേഞ്ച് ഉണ്ടാകും. കേരളത്തിലാണ് നന്നായി പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു ഹെഡുണ്ട്, അടിച്ചു നോക്കിക്കോണം കുട്ടികൾ. ഫ്ലൈയിങ് സ്നേക്ക്. ലോകം മുഴുവൻ പാമ്പ് പറക്കാൻ തുടങ്ങി. എന്തിനെ? വീട്ടിൽ പോയി വായിച്ചു. വെളിപ്പാട് പുസ്തകം 9:13 അന്ന് വരുന്നു പറന്ന്. സർപ്പത്തിന്റെ വാല് പോലൊരു സൂത്രം വരും. പറന്നു വന്ന് കൊത്തും. എഴഞ്ഞല്ല, പറന്ന്. പണ്ടിത് പറന്നതാ. തമ്പുരാൻ താഴെ ഇട്ടത് അമ്മച്ചിയെ കളിപ്പിച്ചോണ്ട് പറഞ്ഞു, നീ പറക്കണ്ടെന്ന്. അതിനു മുമ്പ് പറക്കുമായിരുന്നു. അന്ന് അമ്മച്ചിയെ കളിപ്പിച്ചോണ്ട് പറഞ്ഞു, നീ ഇനി പറക്കണ്ട, എഴഞ്ഞോളാൻ പറഞ്ഞു. അത് ഇപ്പൊ നല്ല അമ്മച്ചി അപ്പച്ചന്മാരെല്ലാം പോയി കഴിയുമ്പോൾ നീ പറന്നോളാൻ പറയും. പ്രൈസ് ദി ലോർഡ്.
വെളിപ്പാട് 9:13 വായിച്ചാൽ കാണാം, പറക്കുന്ന പാമ്പ് വന്നു. കമ്പ്യൂട്ടറിൽ ഒരു ഹെഡ് ഉണ്ട്, ഫ്ലൈയിങ് സ്നേക്ക്. ഇന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ ഒരു കാലം. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർ ക്രിസ്തുവേശുള്ള ഒരൊറ്റ വ്യക്തിയെ തൊടാൻ കിട്ടത്തില്ല. കണ്ണുകളടയ്ക്കാം, സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളിവിടെ വന്നതല്ല ദൈവമക്കളെ, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാ. ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളാകുന്ന ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം, തീരുമാനിക്കണം ധൈര്യത്തോടെ. ഞാൻ മതം മാറ്റാൻ വന്നവനല്ല, സഭ മാറ്റാൻ വന്നവനല്ല. എനിക്കിവിടെ സഭയൊന്നും സ്ഥാപിക്കണ്ട. എൻ്റെ സഭ ഞാൻ ആ ഉദ്ദേശത്തിൽ വന്നവനുമല്ല. എന്നാൽ നിങ്ങളെല്ലാം നിത്യതയിൽ കാണണം, എൻ്റെ ആഗ്രഹമാണ്. ഇന്ന് നമുക്കൊന്ന് സമർപ്പിക്കാം. എവിടെയെങ്കിലും പരാജയപ്പെട്ടവരുണ്ടോ? ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന് സമർപ്പിക്കാം. ഇന്ന് വരെ കർത്താവിനെ രക്ഷകനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം കേൾക്കാത്ത അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ മതം മാറ്റാനോ സഭ മാറ്റാനോ അല്ല, ഒറ്റ സഭയെ ഞാൻ വിമർശിക്കത്തില്ല. അതൊന്നും എൻ്റെ അജണ്ടയിലല്ല. എന്നാൽ ലൈസൻസ് ആണ് സ്നാനം, വിശ്വാസ സ്നാനം. അത് ചെയ്യേണ്ട പോലെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞേ കാല് പിടിച്ച് പറയുക, ഇനി ടൈമില്ല. ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വരാൻ പോവുക. ലോകത്തിലെ വെള്ളം മുഴുവൻ രക്തമാകും, അത് കണ്ടുപിടിച്ചു. കേരളത്തിൽ രക്തമഴ പെയ്തു. ഞാൻ സമയം എടുക്കുന്നില്ല. അറിയാമോ, സയൻസ് ഭയപ്പെടുന്നു. ഫ്ലൂറൈസ് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞു, രക്തമഴ. ഇന്ന് രാത്രി ഒരു നല്ല സമയം, എല്ലാവരും കണ്ണടക്കാം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ, എനിക്ക് എന്റെ കർത്താവിനോട് നിത്യരാജ്യത്തിൽ പോകണം. ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ഞാൻ എന്ത് വിലയും കൊടുക്കും. തീരുമാനമെടുത്താൽ സ്വർഗം നിങ്ങളെ നോക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കര ഉയർത്തുക. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 മിനിറ്റ് ധൈര്യത്തോടെ കര ഉയർത്തുക. സ്വർഗം കാണാനാ. പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? യെസ്, ധൈര്യത്തോടെ കര ഉയർത്തുക. ധൈര്യത്തോടെ ഉയർത്ത്. എന്തിനാ? തമ്പുരാന് കാണാനാ, തോമസ് പാവന് കാണാനല്ല. ഈ ഉയർത്തിയ കരങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് വിലയുള്ളത് അറിയാവോ? ഇപ്പോൾ ഈ കൈ ഉയർത്തുന്ന വിലയുള്ള കയ്യാ. ഇതിന്മേൽ സ്വർഗം പ്രവർത്തിക്കും. എനിബഡി മോർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ എതിരുകളുണ്ട്, തടസ്സങ്ങളുണ്ട്, അറിവില്ലായ്മയുണ്ട്. മാറിക്കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, അങ്ങ് ആർക്കും കടക്കാരനല്ല. ഈ ഉയർത്തിയ കരം ആരെന്ന് അടിയൻ അറിയുന്നില്ല, അങ്ങ് അറിയുന്നു. ഈ പ്രിയമുള്ളവർ അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ അവിടുന്ന് കണ്ടതാ. എന്റെ പ്രിയന്റെ കരം ഇവരുടെ കരത്തിന്മേൽ വെക്കണം. ഇന്നു മുതൽ ഇവർക്കെതിരായി ഒഴുകുന്ന സകല ഒഴുക്കുകളെ അവിടുന്ന് തിരിച്ചുവിടണം. ഇവരുടെ ആത്മീയ വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ, ശാരീരിക വിഷയത്തിൽ അങ്ങ് മഞ്ഞുമഴയും അയച്ച് അടിയനെ അങ്ങ് അയച്ചതാണ് തെളിയിക്കണമേ. ഒരു പുതിയ അനുഭവം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.